മാസം തോറും അതിന്റെ ഫലം കൊടുക്കുന്നു. ഒരേ ഫലമല്ല, അതിന്റെ ഫലം കൊടുക്കുന്നു. വ്യത്യസ്തമായ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ, വരങ്ങളെ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ ആത്മാവിൽ നിറച്ച് പണിതുകൊണ്ടേയിരിക്കുകയാണ്. ഈ പണിയപ്പോൾ എന്തെന്ന് ചോദിച്ചാൽ നിത്യം എന്ന വെളിപ്പാടിൽ നമുക്ക് അവിടെ ഇരിക്കണം. ചിലർ കാണുവാൻ, അനുഭവിപ്പാൻ ഭാഗ്യമുണ്ടാകണം. ദൈവിക സന്തോഷവും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കണം. എന്റെ ജനം സമാധാന നിവാസത്തിൽ പാർക്കുമെന്നാണ് ദൈവവചനം എഴുതിയിരിക്കുന്നത്. ആയതുപോലെ ദൈവജനം ദൈവത്തിന് ചില പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തോട് അടുത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് പറയുകയാണ്, സ്തോത്രം, എന്ത് ചെയ്യാണ്? 12 മാസം വിവിധങ്ങളായ ഫലങ്ങളെ പുറപ്പെടുവിക്കും. ഇതൊരു വൃക്ഷത്തെ കുറിച്ച് എഴുതിയതല്ല, എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും കുറിച്ച് എഴുതിയതാണ്. ഓരോ മാസവും വ്യത്യസ്തമായ ചിലത് പ്രാപിക്കുവാൻ, അനുഭവിപ്പാൻ, ആസ്വദിപ്പാൻ കഴിയണം. അതോ ഇന്നലെകളേക്കാൾ നാം ഇന്ന് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന അനുഭവമാണെങ്കിൽ ഞാൻ പറയും, അവിടെ നിരാശ പൊങ്ങി വരും. ആ വൃക്ഷം വളരുകയല്ല, അത് മുരടിക്കുകയാണ്. എന്നാൽ നീതി വൃക്ഷം വളരുന്നു എന്ന് പറയണമെങ്കിൽ ഇന്നലെക്കാൾ ഇന്ന് ഞാൻ എന്റെ പ്രിയന്മാരോട് ഏറ്റവും അടുത്തത് എനിക്ക് ഏറെ അത്യാവശ്യമായിരിക്കും. അതുപോലെ പ്രിയനോട് ചേരുവാൻ ആത്മാവിൽ പൊരുതി പ്രാർത്ഥിക്കുന്ന യുദ്ധകളത്തിലേക്ക് ആദ്യം ഇറങ്ങിച്ചേർന്നതായി ഒരു യുദ്ധ പ്രാർത്ഥനയിലേക്ക് ദൈവം കയറി വരണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് വിവിധ തലങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഫൈനലാണ് യുദ്ധ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ യുദ്ധത്തിലേക്ക് കയറി കഴിഞ്ഞാൽ സ്തോത്രം, അവിടെ വേറെ ഉച്ച പരിപാടി പറയുന്നില്ല. പരിശുദ്ധാത്മാവ് ദൂതന്മാരുമാണ് അതിന്റെ ഏറ്റവും പൂർണ്ണ ഉത്തരവാദിത്വം. ആത്മാവിൽ കയറി പ്രാർത്ഥിക്കാൻ യുദ്ധ പ്രാർത്ഥന സമയമാകുമ്പോൾ നിങ്ങൾ പറയുന്ന അന്യഭാഷകൾ മാറും, ഭാഷാവരങ്ങൾ മാറും, ശൈലികൾ മാറും. ദൂതന്മാർ വാളുവരി സ്തോത്രം ഇറങ്ങി ചലിക്കുന്ന ആത്മ കണ്ടുകൊണ്ട് കാണാൻ കഴിയും. നീതി വൃക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടത് ഈ ദൂതന്മാരാണ്. ദൈവജനത്തിന് എതിരെ വന്ന പ്രതികൂലങ്ങളെ മാറ്റുവാൻ അരാമ്യപാളയത്തിൽ 1,85,000 പേരെ തീർക്കുവാൻ ഒരു ദൂതൻ മതിയായിരുന്നുവെങ്കിൽ ഞാൻ പറയും ദൈവസഭയെ സൂക്ഷിക്കുവാൻ ദൈവം ദൂതന്മാരെ തന്നിരിക്കുകയാണ്. അത് നമ്മൾ കഴിഞ്ഞ രാത്രി ചിന്തിച്ചത്. നമ്മൾ അവിടെ ചിന്തിച്ച് ഇങ്ങനെയാണ്, 1-ാം സംഖ്യ 3-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവൻ ആശ്ചര്യത്തെ നട്ടിരിക്കുന്നതും തൽക്കാലത്ത് വരങ്കാക്കുന്നതും ഇലവാടാത്ത വൃക്ഷം. കണ്ടോ, ഇതാണ് ഒരു ദൈവത്തിന്റെ ജീവിതം. ഇതൊരു വൃക്ഷത്തിന്റെ അനുഭവമല്ല, നീതി വൃക്ഷങ്ങൾ എന്നാണ് ഇരിക്കുന്നത്. യോസേഫിനെ കുറിച്ച് നമ്മൾ കണ്ടുപിടിച്ച രാത്രിയിൽ ഫലപ്രദമായ ജീവോത്സവം അറിയിക്കുന്നത്. അവനെ വില്ലാളികൾ ഒത്തിരി ഭാരപ്പെടുത്തി. കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടോ, വില്ലാളി ഒത്തിരി അവനെ ഞെരുക്കുവാൻ തുടങ്ങി. പക്ഷേ അവന്റെ വില്ലൊടിച്ചു കളവാൻ കഴിഞ്ഞില്ല. അവന്റെ വിശ്വാസത്തിൽ അകറ്റിക്കളയാൻ കഴിഞ്ഞില്ല. വിശ്വാസത്തിൽ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. അവന്റെ വിശ്വാസവും പ്രത്യാശയും പ്രതികൂലങ്ങളിൽ, പ്രശ്നങ്ങളിൽ, പീഡകളിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നത് പോലെ ഇന്ന് പറഞ്ഞാൽ പറയട്ടെ, ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ വരം വെളിപ്പെടാൻ തുടങ്ങി. വിശ്വാസം ഉണ്ട് എന്ന് പറയുകയല്ല, വിശ്വാസത്തിന്റെ വരം വെളിപ്പെടാൻ തുടങ്ങും. അവിടെയാണ് നീതി വൃക്ഷത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത്. ആശ്ചര്യം നട്ടിരിക്കുന്നത്, തക്കകാലത്ത് മഴ കായ്ക്കുന്നത്, ഇലവാടാത്തതുമായ വൃക്ഷം. വെളിപ്പാട് 22 പറയുകയാണ്, നദിക്കിക്കരെയും അക്കരെയും എന്തുണ്ട്? ജീവവൃക്ഷമുണ്ട്. അത് 12 വിധമായ ഫലം കായ്ച്ചത് മാസം തോറും അതിന്റെ ഫലം കൊടുക്കുന്നു. എന്നാൽ നമുക്ക് യെഹെസ്കേലിലേക്ക് പോകാം. യെഹെസ്കേൽ 17-ാം അധ്യായം 8-ാം വാക്യം വായിച്ചേ. കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായ്പാനും നല്ല മുന്തിരിവള്ളിയായി തീരുവാനും തക്കവണ്ണം ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. എന്തിനാണ്? കൊമ്പുകളെ പുറപ്പെടുവിച്ച് നല്ല മുന്തിരിവള്ളിയായി തീരുവാനും തക്കവണ്ണം അതിനെ വളരെ വെള്ളത്തിനരികെ നല്ല നിലത്ത് നട്ടി. വളരെ വെള്ളത്തിനരികെ നല്ല നിലത്ത് നട്ടിരിക്കുന്നു. നിങ്ങളുടെ ദേശത്തിന്റെ കാവൽക്കാരായി നട്ടിരിക്കുകയാണ് ദേശം.
പറയാം, കാട്ടുമുന്തിരി വള്ളികളുടെ ഇടയിൽ നാട്ടുമുന്തിരി വള്ളിയായി ദൈവം നിങ്ങളെ നട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാട്ടുമുന്തിരി വള്ളിയായ ധാരാളം അനുഭവങ്ങളുടെ ഇടയിൽ ഒരു നല്ല മുന്തിരി വള്ളിയായി, കാട്ടുമുന്തിരി വള്ളിയായി നമ്മെ നാട്ടുമുന്തിരി വള്ളിയായി ക്രിസ്തു ഒട്ടിച്ചു വളരുവാൻ വേണം. അവനെ കൂടെ നിങ്ങൾ ചേർത്ത് ഒട്ടിക്കുവാൻ വേണം നിങ്ങളെ അവരുടെ നിർത്തിയിരിക്കുക. നമ്മൾ നോക്കുമ്പോൾ കാണാൻ ഈ കാട്ടുമുന്തിരി വള്ളികളിൽ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോ നമ്മൾ എന്ത് എന്ത് ചെയ്യാണ്ട ഞാൻ മാത്രം വിചാരിച്ചിട്ടില്ല. അവരുടെ അത് ഈ കൊമ്പുകളെ വേണം. എന്താണ് ഈ കൊമ്പുകൾ? എന്താണ് ഈ കൊമ്പുകൾ? വിശ്വാസത്തിന്റെ വരം, പ്രാർത്ഥന വരം അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. അതുപോലെ ചില അത്ഭുത പ്രവർത്തികളെ വിളിച്ചു വരുത്തി തെളിയിക്കുന്നതാണ് കൊമ്പുകളുടെ പ്രത്യേകത. പറയാം, ഈ കൊമ്പുകളോട് യേശു നല്ലൊരു കൊമ്പായിരുന്നു, പിതാവിനെ തെളിയിക്കുന്ന കൊമ്പായിരുന്നു. ശരിയല്ലേ? ശരിയാണ്. അല്പം കഴിയുമ്പോൾ പത്രോസേനത് വന്നു, നടന്നു പോയി നിഴലിടാൻ തുടങ്ങി, ചിലരെ കാണുവാൻ തുടങ്ങി. ഇതുപോലെ ദേശത്തിൽ കാട്ടുമുന്തിരി വള്ളി എന്ന് പറയുന്നതൊക്കെ നാട്ടുമുന്തിരി വള്ളിയാക്കുക. പലരും ഇത് കണ്ടു, അപ്പോസ്തലന്മാർ ചേരുവാൻ തുടങ്ങി, സഭ വർദ്ധിക്കുവാൻ തുടങ്ങി. മനസ്സിലാവുന്നു, ഇവിടെയാണ് നമ്മെ നീതി വിശ്വമാക്കി മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത. ആ വായിച്ചു, നല്ല മുന്തിരി വള്ളിയായി തീരുവാനും തക്കവണ്ണം വളരെ വെള്ളത്തിലരികെ നല്ല നട്ടു. നമുക്ക് കാര്യം ചെയ്യാം, ഇരമ്യാവ് നോക്കാം. ഇരമ്യാവിന്റെ പ്രവചനം 17-ാം വാക്യം പറയാം. അവിടെ പറയാം, വെള്ളത്തിലരികെ നട്ടിരിക്കുന്നതും ആച്ചരികെ വേരിതിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും, ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. ഇതാണ് ദേശത്തിന്റെ വെല്ലുവിളി. ഇവിടെ പറയുന്ന ഉഷ്ണം നിങ്ങൾ ചിന്തിക്കുന്ന അന്തരീക്ഷത്തിന്റെ ചൂടല്ല. ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ വെല്ലുവിളി വ്യക്തികളെ കരകളിൽ നമുക്ക് പോരാട്ടമുള്ളത് ജനങ്ങളല്ല, വർഷങ്ങളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അധിപതിയോടും സ്വർലോകങ്ങളിലെ പോലെ ഈ വെല്ലുവിളിയെ കുറിച്ചാണ് പറയാണ്. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വിശ്വാസത്തിന്റെ ചില കാൽവെപ്പുകളുണ്ട്, അതിനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. പച്ചയായിരിക്കും. അതിന്റെ അവിശ്വാസം കയറ്റി, നിരാശ പിടിപ്പിച്ച്, സ്വസ്ഥത കെടുത്തി വിശ്വാസത്തിൽ അകറ്റാൻ പറ്റത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വാക്കുകളെല്ലാം വിശ്വാസത്തിൽ വർദ്ധിപ്പിക്കുന്നതാണോ, വിശ്വാസം അകറ്റിക്കളയുന്നതാണോ? കൂട്ടാതെ ചേർത്തണയ്ക്കുന്നതാണോ, അതോ ഓരോ വെച്ച് പറഞ്ഞിരിക്കുന്നതാണോ? ഓരോ ദിവസവും ദിനവും കഴിയുമ്പോൾ പ്രാർത്ഥനയിൽ ചേർന്ന് വരുന്ന അനുഭവത്തിലാണോ? മണിക്കൂറുകൾ 10 മിനിറ്റ് പ്രാർത്ഥിച്ചുള്ള അരമണിക്കൂറായി 1 മണിക്കൂറായി മാറുന്ന അനുഭവത്തിലാണോ? അതോ പ്രാർത്ഥിക്കാൻ കഴിയാതെ ചറവടിഞ്ഞ വിളിയൊപ്പരാകുകയാണോ? ആത്മാവിൽ പ്രാർത്ഥിച്ചവർ, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ച് സ്വന്തം പറയുന്ന അനുഭവത്തിലാണോ? അതോ അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ സ്വപ്നങ്ങളും ദുസ്വപ്നങ്ങളും ഭയപ്പാടും ഭീതിയും നാളെത്തിയിരിക്കുമോ? അതോ ഓരോ നിമിഷം കഴിയുമ്പോ ഏത് പ്രതികൂലമാകുന്ന രോഗാത്മാവിനെ ശ്വാസിച്ചു കളഞ്ഞിട്ട് സ്വന്തം പൊടി കുറഞ്ഞതുപോലെ എഴുന്നേറ്റോ ആത്മാവിൽ ഫലം പ്രാപിച്ച് നിൽക്കുന്ന അനുഭവത്തിലാണോ? കഴിഞ്ഞ നിമിഷം നാം കേട്ടതുപോലെ ഒരു നീതി വിശ്വമിത ഒതുങ്ങുകയാണ്, അല്ലെ? സ്വയം ഒതുങ്ങുകയാണ്. എന്തായാലും പറയുന്നത്, ഞാൻ എന്റെ പിതാക്കന്മാരെ പോലെ ഒട്ടും നല്ലതല്ല, പിതാവേ എന്നെ എടുത്തുകൊള്ളണമേ. ഇതെപ്പോഴാ? ഇത് പച്ചയായിരിക്കുമ്പോഴല്ല. ഇതാണ് വട്ടം. ഇസ്രായേലിന്റെ ശബ്ദം കേട്ടപ്പോൾ വട്ടം നാളെ ഈ നേരത്ത് ഏലിയാവിന്റെ ഉടലിന്മേൽ തല ഉണ്ടാകത്തില്ല. മനസ്സിലായോ? ഇതാണ് ആ നീതി വിഷയത്തിന്റെ വാട്ടം. ചൂരച്ചന്തയിലേക്ക് പോയി പറഞ്ഞു, താമസമുണ്ട്. ഞാൻ അൽക്കൂടെ യാത്രയായിട്ട്
മരിച്ചു കാലത്തെത്തി അവൻ മരിപ്പാൻ ആഗ്രഹിച്ചതാണ് പറഞ്ഞേ. ആണ് ഇതെവിടുന്നാ കിട്ടിയത്? ഞാൻ പറഞ്ഞതല്ലാതെ മഴയും മഞ്ഞും ഉണ്ടാകത്തില്ല. വിശ്വാസത്തിന്റെ കൊമ്പ് വെളിപ്പെട്ടോ? താൻ പറഞ്ഞതുപോലെ വിളിച്ചു വരുത്തിച്ചത് തെളിയിച്ച മനുഷ്യനായിരുന്നു, നീതിപുരുഷനായിരുന്നു. ഇതെല്ലാം നിന്റെ ഇടപ്രകാരം ചെയ്തിരുന്നു ഇന്ന് വെളിപ്പെട്ടു വരട്ടെ എന്ന് പറയുകയാണ്. ഉടനെ ആകാശത്ത് തീയിറങ്ങി. കണ്ടോ? ഇരയ്ക്ക് വാട്ടമില്ല, പച്ചയായിരിക്കുകയാണ്. ഇവന്റെ പ്രാർത്ഥനയ്ക്ക് അതാത് സമയം ചില ഫലം കാണാൻ കഴിയുന്നുണ്ട്. വിശ്വാസ ജീവിതത്തിലെ പ്രാർത്ഥനയിൽ പരാജയം കണ്ട് ഇന്നലകളിൽ ഓരോ നിമിഷവും പ്രതീക്ഷിക്കുന്ന നന്മയാ, പക്ഷെ വന്നു ഭവിക്കുന്ന മുഴുവനും പരാജയമാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പകൽക്കാലം പറയട്ടെ, സ്തോത്രം, അവിടെ നിന്ന് ഒരു എഴുന്നേൽപ്പ് നമുക്ക് വേണം. അതിലെന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇന്നലകളിൽ സ്തോത്രം കഴിഞ്ഞ നിമിഷം പറഞ്ഞ ഒരിക്കൽ കൂടി പറയാം, സ്തോത്രം, എരിയത് പോട്ടിന്റെ കരയില് വെള്ളം പറ്റത്തില്ല, പോട്ടിലെ വെള്ളം ഇനി പറ്റത്തില്ല. ആഹാബിന്റെ കൊട്ടാരത്തിന്റെ അപ്പത്തിന് നമുക്കൊരു പരിധിയുണ്ട്. അത് ഭൗതികമായ ശരീരത്തിന് ഉത്തേജനം തരും, ശരിയാണ്. പക്ഷേ സാരവത്തിലും അത് തന്നെയാണ്. ഭൗതിക ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല. ആത്മീയ മനുഷ്യൻ നിൽക്കാൻ കഴിയുന്നുണ്ട്. ഭൗതികമായ സമയാസമയമെല്ലാം ഒരു പോഷണമുണ്ട്, പക്ഷെ പുഷ്ടിയില്ല ആത്മാവിൽ. ബലം കൊണ്ട് മുമ്പോട്ട് ഓടുകയാണ്. 450 400 കാട്ടുതീകളെ തകർത്ത് കഴിഞ്ഞപ്പോ സംയുക്തമായ ഭാഷയാണ്. ഓക്കെ, അതുകൊണ്ടാണ് അത് അവയോജനമായി കേൾക്കട്ടെ. ഓക്കെ, കാട്ടുതീകൾ 450 400 വെട്ടി തകർത്ത് കഴിഞ്ഞപ്പോ വന്ന ശബ്ദമാണ്, നാളെ ഈ നേരത്ത് പറയുന്നത് ആരാണ്? ഇസ്രായേലാണ്. ആരാ ഇസ്രായേല്? ആകാവുന്ന രാജാവിന്റെ ഭാര്യ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് വെല്ലുവിളി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് വാട്ടം തട്ടുന്നത്. ഒരു ദൈവവേദന പ്രാർത്ഥിച്ചു, ഓ നീ ഒത്തിരി പ്രാർത്ഥിച്ചു, കൊള്ളാമല്ലേ, നിന്റെ പ്രാർത്ഥനയൊക്കെ നന്നായിരുന്നു, സ്വന്തം അല്ലേലും കൊള്ളാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പൊരുത്തം ഓർത്തോണം. എന്റെ പക്ഷേ അതിന്റെ പ്രശ്നം കൊള്ളാനുണ്ടോ? ഭയങ്കര അത്ഭുതമായിരുന്നു, ഭയങ്കര വെളിപ്പാട്. സൂക്ഷിക്കണം, പറയാൻ വരുന്നുണ്ട് ഇസ്രായേലിന്റെ പരിപാടി. അവിടെ ഇല വാടരുത്. ഇതാണ് ക്രിസ്ത്യ ജീവിതം. അതുകൊണ്ടാണ് അതിന്റെ ഇല പച്ചയായിരിക്കും. വായിക്കും കൂടെ 17:8 അവൻ വെള്ളത്തിനെ നിർത്തിയിരിക്കുന്നു, ആറ്റിരികെ വേലിരിക്കുന്നതുമായ വൃക്ഷം പോലെ ആകും. ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. ഉഷ്ണം തട്ടുമ്പോ ഏതെങ്കിലും വൃക്ഷം പേടിച്ചു വഴി അറിയാമോ? ഇല്ലെന്ന്. പക്ഷേ ഈ വൃക്ഷങ്ങൾ പേടിച്ചോടും. ശരിയല്ലേ? ഏരിയാവുന്ന വൃക്ഷം പേടിച്ചോടി ഓടിയില്ലേ? ഇവിടെ പറയുകയാണ്, എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവൻ അല്ലല്ലോ. അതൊക്കെ ഒന്ന് തുറക്കണം. നമ്മൾ പേടിക്കരുത്. നമ്മൾ ആരാധിക്കാൻ സ്തുതിക്കാറൊക്കെ വന്നത് സ്വന്തം ഈ മധ്യസ്ഥ പ്രാർത്ഥന ഒഴിവാക്കിയെന്ന് അറിയാമോ? മധ്യസ്ഥ തുടങ്ങിയപ്പോഴേ 8:20 ഈ സഹോദരൻ കയറിയതാണ്. അത് മുതൽ മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു മധ്യസ്ഥ പ്രാർത്ഥന വേണമെന്ന് ചിന്തിച്ചു പോയി. മനസ്സിലായിരുന്നു സ്വാതന്ത്ര്യം. നമ്മളെ കുറവുകളെ കണ്ടുപിടിച്ച് ആത്മാവിനെ അങ്ങോട്ട് ചേർത്തളച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്തവരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുക്കി അവരെ ആത്മാസാനം വെളിപ്പെടാത്ത ആത്മസാനം കഴിച്ച് നിങ്ങളെ കൊണ്ട് നന്നേ പ്രാർത്ഥിപ്പിച്ച് പിന്നെയാണ് പാട്ടിലേക്ക് കയറിയത്. പിന്നെ ആത്മാവിനെ ഇനിയും ഒരു പ്രാർത്ഥനയ്ക്ക് വേണം. മനസ്സിലായിരിക്കുന്നത്? അടുത്ത ആഴ്ച നമ്മൾ ആരാധിക്കണമെന്ന് ആഗ്രഹമുള്ളവര് 8:30 എത്തിക്കോണം. ഞാൻ കഴിഞ്ഞ സൺഡേ പറഞ്ഞ സൺഡേ ഇടയ്ക്കായിരുന്നല്ലേ, ഞാൻ മദ്രാസിൽ ചർച്ച ഉണ്ട്. 2000-ലധികം വിശ്വാസികൾ ആരാധിക്കുക. നിങ്ങൾ കാര്യം മനസ്സിലാക്കില്ല. അവിടെ ഒരു വ്യവസ്ഥയുണ്ടല്ലോ. 9 മണിയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ 9 മണിക്ക് ആരംഭിക്കുന്നത്. തുടങ്ങുന്നത് 9 മണിക്കാണ്. 9 മണിക്ക് കൃത്യമായിട്ടും അവിടത്തെ ഗേറ്റും കൂട്ടും AC ചർച്ചയാണ്. ഷട്ടർ ഒന്ന് വീഴും.
പിന്നെ ആരെന്ന് പറഞ്ഞാലും ശരി, അകത്ത് കയറി ആരാധിക്കാൻ പറ്റത്തില്ല, പുറത്ത് ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഇതാണ് ആരാധന. പണ്ട് ഞാൻ പൗലോസ് എന്ന് പറയുന്ന പാസ്റ്റർ, പിന്നെ ഞങ്ങൾ ക്യാമ്പിലായിരിക്കും പോകുന്നുണ്ടാവില്ല. കോഴിക്കാരൻ പറഞ്ഞു, നാളെ ഇത്ര മണിക്ക് 8 മണിക്ക് കൃത്യമായി ഞാൻ പ്രസംഗിക്കാൻ വരും, പിന്നെ ആരും അകത്ത് കയറത്തില്ല. എല്ലാവരും ഉണ്ടാകുന്ന സിമ്പിളായിട്ട് വന്നു നോക്കിയപ്പോൾ ഒരു വലിയ ക്യാമ്പാണ്, 100-150 ക്യാമ്പാണ്. പക്ഷെ 80-90 പേരെ അകത്ത് കയറുള്ളൂ, ബാക്കിയുള്ളവർ പുറത്തേരുന്നു 1.5 മണിക്കൂർ. മനസ്സിലായത് സ്വാതന്ത്ര്യം. ചിലർ അങ്ങനെയാ, പറയും പോലെ പ്രവർത്തിക്കും. പിന്നെ ഈ പ്രകടനം എന്ന് പറഞ്ഞാൽ ഒന്നും പറയത്തില്ലല്ലോ, അതൊരു സന്തോഷമാണ്. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, പക്ഷെ നഷ്ടം എനിക്കല്ല, നിങ്ങൾക്ക് പറയത്തില്ല. ഞാൻ ഒന്നും പറയത്തില്ല, പക്ഷെ നഷ്ടം നിങ്ങൾക്കാണ്, എനിക്കല്ല. പണ്ട് പറയുന്നൊരു പാവം ഒരിക്കലും പറയാം, ഒരു പാട്ട് കഴിഞ്ഞാൽ പപ്പടം പൊളിക്കും. പിന്നെ പപ്പടം വായി വെച്ച് കല്യാണത്തിൽ പോകാനായിട്ടില്ലേ. രണ്ടാമത്തെ പാട്ട് സാമ്പാറും പോയി. മൂന്നാമത്തെ പാട്ട് ആരാധനയിൽ കയറി കഴിയുമ്പോ പിന്നെ ബാക്കി ഒന്നും പറയണ്ടല്ലോ. ചില സാധനങ്ങൾ വെള്ളം ഒഴിച്ച് ചേർത്ത് ഉപ്പും കൊണ്ടിട്ട് തരേണ്ടി വരും. ഇതുപോലെ ഇരിക്കുന്ന ഒരു ഭക്തനായ ദേവദാസൻ പറഞ്ഞു, അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാപിക്കാൻ വരുന്നത്, അവിടെ പ്രാപിക്കാൻ വരുന്നത് ഏറ്റവും ശ്രേഷ്ഠ ഉത്തമമാണ്. അതുകൊണ്ട് അവർ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കും എന്നായിരിക്കുന്നു. അപ്പൊ ഈ നീതിവൃക്ഷമായി നമ്മെ വിളിച്ച് നമ്മെ ഫലങ്ങളാക്കി മാറ്റുവാൻ മനസ്സിലാക്കില്ലേ? മനസ്സിലായി ഞാൻ എന്തൊക്കെ എനിക്കോട് തിരിച്ചു വരികയാണ്. അപ്പൊ ഞാൻ ഒന്ന് കാട്ടി പറഞ്ഞുതരാം. ഈ യെശയ്യാവിന്റെ 5-ാം അധ്യായം 1 മുതൽ വായിച്ച്. യെശയ്യാവ് 5:1 മുതൽ. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് നീ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആരാധിച്ച് ആർത്ത് സ്തുതിക്കാറാ ആരാധനയ്ക്ക് എത്തുന്നത്. അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് ഞാൻ എന്റെ ഹൃദയത്തിൽ പാട്ട് പാടുമ്പോ നീ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ഒരുക്കിയാണ്. ലോകമെന്നെ തകർക്കുവാൻ നോക്കുമ്പോ, ലോകമെന്നെ ഒതുക്കുവാൻ നോക്കുമ്പോ, ലോകമെനിക്കാതെ വെല്ലുവിളിക്കുമ്പോ, അപമാനങ്ങളും കൊണ്ടുവരുമ്പോ കാണുമ്പോ സന്തോഷത്തോടെ സഹിക്കണമെങ്കിലും സ്വപ്നം കഴിയുമ്പോ മാറി ഇത് പരിഹസിക്കുന്നത് ദുഷിക്കുന്നവർ എഴുതില്ല പാർക്കുന്നത്. ഇങ്ങനെ പറയുമ്പോ പരിശുദ്ധരെ നീ പിടിച്ച നാൾ മുതൽ അതിന്റെ നാട്ടിൽ വീഴാതെ കാത്തല്ലോ എന്ന് പറഞ്ഞ് വന്നിയേൽപ്പിക്കാനാ ദൈവത്തെ ആരാധിക്കാൻ വരുന്നത്. അതുകൊണ്ട് ഭക്തനായ പ്രവാചകൻ പറയാണ്, ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പാട്ട് പാടാനാ വന്നിരിക്കുന്നത്. എന്താണ് എന്റെ രഹസ്യം? എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായിരിക്കുന്നതിന്മേൽ ആ 2 തൂണുകളുള്ള ഏറ്റവും വലിയിരിക്കുന്നു. പെട്ടെന്ന് കയറിപ്പോ പറ്റത്തില്ല. മനസ്സിലാക്കുന്നുണ്ടോ? പെട്ടെന്ന് കയറി പറഞ്ഞിട്ട് പറ്റത്തില്ല. ഈ ഫലവത്തായ കുന്നിന്മേൽ ഫലവത്തായ മുന്തിരിത്തോട്ടമുണ്ട്. അവനതിന് വേലി കെട്ടി ഇതിനകത്ത് പ്രശ്നങ്ങൾ വിതയ്ക്കാതെ ആത്മാവിൽ പ്രാർത്ഥിച്ച് കയറുന്ന ദൈവമൈതനെ നിന്റെ ജീവിതത്തിൽ ശത്രു ചെയ്യുന്ന തീയ പോലെയുണ്ടല്ലോ. നിന്റെ മുന്തിരിത്തോട്ടത്തിനകത്ത് കയറി നിന്നെ കൈകാലിൽ അവൻ വേലിയിട്ടിരിക്കുക. അതുകൊണ്ട് പാടുക, നീ 1 വർഷം കൂടെ നിർത്തിയല്ലോ, നീ എന്നെ കാത്തല്ലോ, ഒരു പ്രവാഹം കൂടെ കാണാൻ ഭാഗ്യം തന്നല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്ത മണിക്കൂർ എന്താണെന്ന് ചിന്തിച്ച് നീ ഉണർന്നപ്പോ ഓരോ ദിനവും ഓരോ നാളും ഭാഗ്യത്തിലും ആണ്ടിൽ പഴം തന്നല്ലോ. അതുകൊണ്ട് അവനെ കുറിച്ച് പാടാനാവുന്നത്. അവൻ അറിയാന്ന്, ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പാട്ട് പാടും. അത് തീർന്നില്ല. അവനതിന് വേലി കെട്ടി. എന്താണ് കല്ല്? അഹങ്കാരം. എന്താണ് കല്ല്? അഹംഭാവം. എന്താണ് കല്ല്? ധാർഷ്ട്യം. എനിക്കറിയാതെ ജീവിക്കാം. ഹല്ലേലൂയ. എന്താണ് കല്ല്? ക്രോധം. എന്താണ് കല്ല്? ശാഠ്യം. എന്താണ് കല്ല്? മത്സരം.
എന്താണ് ഈ കല്ല് ആവിഷ്കാരം? എന്താണ് ഈ കല്ല് പക? എന്താണ് ഈ കല്ല് പിണക്കം? വളരെ മനസ്സിലായത് ഇതെല്ലാം പറക്കി കളഞ്ഞിട്ട് ഈ മുന്തിരിത്തോട്ടത്തെ അവൻ സംരക്ഷിക്കുകയാണ്. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, അത് എന്റെ മഹത്വവും എന്റെ തല കുനിയുവാൻ മൂക്കിൽ നടുവിൽ കുനിയാതെ ഉയർത്തുന്നവനുമാകുന്നു. കണ്ടോ? നീ തല കുനിയാതിരിപ്പാൻ നിനക്ക് വേലിയൊക്കെ കെട്ടി പാപത്തിന്റെ കല്ല് വാക്കി മാറ്റി. 36:25 വായിക്കാമോ? 36:25-25-26 വായിച്ചോ. ഞാൻ നിങ്ങളുടെ നിർമ്മലജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും, ഞാൻ സകല മലിനതയും മാറ്റി. നേരത്തെ പറയാത്ത ഒന്നുകൂടെ ഉണ്ട്. അവിടെ കല്ലെന്ന് പറഞ്ഞു ഇവിടെയാണ് സകല മലിനത, സകല വിഗ്രഹങ്ങൾ. എന്താ വിഗ്രഹം? ചിലർക്ക് മക്കൾ ഒരു വിഗ്രഹമാണ്, ചിലർക്ക് ഭർത്താവ് ഭാര്യയ്ക്ക് വിഗ്രഹമാണ്, ചിലർക്ക് ഭാര്യ ഒരു വിഗ്രഹമാണ്, ചിലർക്ക് കൂട്ടുകാർ ഭയങ്കര വിഗ്രഹമാണ്. ശരിയല്ലേ? ഏത് പാതിരാത്രി ഇവിടെ വിളിച്ചാലും ഓടാൻ ഒരുക്കുമായിരിക്കും. വിഗ്രഹമല്ലേ? കർത്താവിന് തോന്നുന്നു നീ ആ സമയം ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്തത് സകല വിഗ്രഹങ്ങളെ നീക്കി നിർമ്മലീകരിക്കും. അടുത്തത് നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പലതായ ഹൃദയങ്ങൾ ഈ ഹൃദയങ്ങളുള്ളത് എന്താ പറഞ്ഞത്? ഞാൻ ചുറ്റും കിടച്ച് നന്നാക്കി റെഡിയാക്കി കല്ലൊക്കെ പഴകി കളഞ്ഞു. ഞാൻ തപ്പി പിടിച്ചിട്ടു നല്ല മുന്തിരി വഴി കാറ്റ് വന്ന് കാത്തിരുന്നു. കാച്ചതോ കാട്ടുമുന്തിരി. അതെന്താ പറഞ്ഞത്? ഈ ദേശത്ത് നിങ്ങൾ കാണുന്ന മുന്തിരി വള്ളിയും വൃക്ഷങ്ങളും അല്ല, നീതി വൃക്ഷമാകുന്ന ഞാനും നിങ്ങളുമാണ്. നീതി വൃക്ഷമാകുന്ന എന്നെയും നിങ്ങളെ കുറിച്ച് എഴുതുകയാണ്. ഞാൻ സകല മലിനതയും മാറ്റും, കല്ലായ ഹൃദയം ജഡത്തിൽ നീക്കി മാംസമായ ഹൃദയം തരും. ഇന്നലെ വരെ അഹങ്കാരം പിടിച്ച് അഹംഭാവം പിടിച്ചെടുത്ത് ഇന്ന് മനസ്താപമുണ്ട്, വിനയമുണ്ട്, താഴ്മയുണ്ട്. അതേ മറ്റൊരു വിഷയം കേൾക്കുമ്പോൾ എന്തെങ്കിലും സഹായിക്കണമെന്നൊരു വലിയ മനസ്സ്. അയ്യോ അവൻ പരാജയപ്പെട്ട് പ്രാർത്ഥിക്കണം, വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കുറച്ച് അവർക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുവാൻ ഒരു നല്ല മനസ്സ്. ഇത് എവിടെ നിന്നാ കിട്ടിയത്? മനസ്സിലായത് നിങ്ങൾക്ക്? ഇത് തമ്പുരാന്റെ കരമറിയുന്നപ്പോ അവന്റെ കരയിൽ സംഭവിച്ചതാ. ഈ കണ്ണായ ഹൃദയം അഹങ്കാരം പറയുന്ന അഹംഭാവം പിടിച്ച
വന്നാലും ശരി അവരൊക്കെ ചെറിയ വഴി ചില ആളുകൾ പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നതൊന്നും ചിന്തിക്കുകയാണ്. ചില ആളുടെ സ്വഭാവം എന്തെങ്കിലും കേട്ടില്ല. ചില വിഷയങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. പിന്നെ ഒരാളോട് ചിലരോട് ചോദിച്ചത് പറയാം, സാറൊക്കെ പറയുന്നല്ലോ, സാറിന് കാഞ്ഞരത്തെ ഇതിന്റെ കയ്പ് മാറ്റാൻ പറ്റുമോ സാറേ? ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ ആരും ചോദിച്ചത് എന്നെ കൊണ്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ പിതാവിന് കയ്പ് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായി സ്വന്തം? ഈ കോഴി കണ്ടിക്കുമ്പോഴേ ഇതിനകത്തൊരു സാധനമുണ്ട്, അതൊക്കെ മാറ്റം എന്ത് ചെയ്യും? കേട്ടില്ല? മനസ്സിലായല്ലേ? അതാണ് മാറ്റം. അടുത്ത് ഞാൻ എന്റെ ആത്മാവിനെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കി. ഈ ആത്മാവിനെ തന്ന ദൈവത്തെ ആരാധിപ്പാനാണത്. ഇതിനെയാണ് പറഞ്ഞത്, ഫലവത്തായ കുന്നിന്മേൽ ഒരു നല്ല മുന്തിരിത്തോട്ടമുണ്ട്. കണ്ടോ? പലവിധ മുന്തിരികൾ കാറ്റുന്ന മുന്തിരി വള്ളികളുടെയുണ്ട്, കൊമ്പുകളുടെയുണ്ട്. എന്താ കൊമ്പുകൾ? വിഴിയുള്ളവർ, തെരഞ്ഞെടുപ്പുള്ളവർ, അധികാരം പ്രാപിച്ചവർ, ആത്മയോഗം പ്രാപിച്ചവർ. അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചവരെ യേശു നാമത്തിൽ എന്ന് പറഞ്ഞാൽ വാരിക്കെട്ടിച്ചവർക്ക് ഓടുന്നവരിൽ ആത്മയോഗം പ്രാപിച്ച കൊമ്പുകൾ ജനത്തിലെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ നടുവിൽ വെളിപ്പെടുന്ന ഒരു സാന്നിധ്യമുണ്ട്. അതിന്റെ പേരാണ് അഭിഷേകം എന്ന് പറയുന്നത്. അതിന് യെശയ്യാവ് 44-ാം അധ്യായത്തിലേക്ക് പോയാൽ അവിടെ വ്യത്യസ്തമായ ഒരു കാര്യം കാണാൻ കഴിയും. 44:4 വായിച്ചു. യെശയ്യാവ് 44:4. ഞാൻ വായിക്കോ? വായിക്കപ്പെടുമല്ല. അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾക്കരികെയുള്ള അലരികൾ പോലെ മുളച്ചു. യെശയ്യാവ് 44:4 കണ്ടോ? അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾക്കരികെയുള്ള അലരികൾ പോലെ മുളച്ചു. ഇത് മുളയ്ക്കുന്നതാണ്, പക്ഷെ വളർച്ച ഉണ്ടോ? അലരികൾ പോലെ ആയിരിക്കുന്നില്ല. മനസ്സിലാവുണ്ടോ? ചിലക്കം മുളയ്ക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നേരത്തെ പ്രകൃതി പറഞ്ഞില്ലേ, നമ്മളതിനിടയിലിരിക്കുകയാണ്. കാട്ടുകൊതികളുടെ ഇടയിൽ നാട്ടുകൊതികളായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിലരെ പഠിച്ച് ചേർത്ത് മാറ്റാൻ വേണ്ടി ചിലർ പറയും, എന്റെ കാലത്ത് ശരിയാവുന്നില്ല, ഞാൻ മാറുന്നില്ലാതെ ഈ ദേശം മാറുമെന്നും തോന്നുന്നില്ല. സാരമില്ല, ചിലർ മാറാൻ പോവുകയാണ്. യെശയ്യാവ് 3:19 വായിക്കാം. യെശയ്യാവ് 3-ാം അധ്യായം 10-ാം വാക്യം. നീതിമാനെ കുറിച്ച് നന്മ വരും എന്ന് പറവീൻ. അവന് നന്മ വരും എന്ന് പറവീൻ. തങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം അവൻ അനുഭവിക്കും. അവരുടെ പ്രവൃത്തിയുടെ ഫലം അവൻ അനുഭവിക്കും. ഇതാണ് ഫലവത്തായ കുന്ന് ക്രമീകരിക്കപ്പെടണം. അത് ശരിയായ നിലയിലുള്ള റിസൾട്ട് കാണാൻ കഴിയും. ആ മുന്തിരിവള്ളിക്ക് നേരായ നിലയിൽ വളർന്നും ഉരവും ലഭിച്ചാൽ അത് നല്ല ഫലം കായ്ക്കും. അല്ലെ? ഇത് ഭൗതിക മുന്തിരിവള്ളി. ആത്മീയ മുന്തിരിവള്ളിയിൽ സ്വന്തം ഹാലോ ആചരി നട്ടിരിക്കുന്നു, പട്ടകാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാരാത്തതുമായ വൃക്ഷം. ആചരി നിൽക്കുന്ന ഒരു ഭൗതിക വൃക്ഷം ഏത് പ്രതികൂല ചൂടിലും വാടാതിരിക്കുന്നത് പോലെ ആത്മാവിന്റെ സാന്നിധ്യം ആരാധിക്കുന്ന ഒരു ദൈവമല്ലോ പ്രതികൂലങ്ങളിൽ വാടിപ്പോകത്തില്ല, പ്രശ്നങ്ങൾ പോകത്തില്ല. അതിന്റെ വളർച്ചയ്ക്ക് സ്വന്തം ഒരു കുറവുണ്ടായിരിക്കത്തില്ല. ഇതിന്റെ ഒരു ഭാഗം കഴിഞ്ഞ രാത്രി ഞാൻ പ്രസംഗിച്ചത് യോസേഫെ സ്വന്തം 20 വെള്ളിക്കാശിന് പൊട്ടക്കണം. അല്ലെ? സ്വന്തം പോത്തിഫറിന്റെ വീട് അവിടെ ഇച്ചിരി ഞെരുക്കങ്ങളാ. വെള്ളിക്കാർക്ക് കുഴപ്പമില്ല, നോക്കുമ്പോഴെല്ലാം യഹോവ അവനുണ്ട്. യഹോവയെ അവന് മാറ്റാൻ കഴിയുന്നില്ല. എന്റെ വർഷം അഭിഷേകത്തെ അവന് മാറ്റാൻ കഴിയുന്നില്ല. അവന്റെ സന്തോഷത്തിന് കെടുത്താൻ പറ്റുന്നില്ല. അവന്റെ ലക്ഷ്യത്തിൽ തെറ്റിക്കുവാൻ പറ്റുന്നില്ല. അവന്റെ ലക്ഷ്യം അവിടെ എത്തുന്നവരെയും അവന്റെ ലക്ഷ്യം സൈന്യങ്ങളുടെ ഹോമത്തേക്കാണ്. അതുകൊണ്ട് സംഗീതം ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയുണ്ടാക്കിയ
തീരുവാൻ ഭൗതികത്തിലും ആത്മീയത്തിലും സമാനമായി തീരും. അബ്രഹാമിന്റെ അനുഗ്രഹിച്ച കുടുംബങ്ങളകത്ത് വന്നുകയാണ് സമയമാണ്. നിന്റെ വാഗ്ദത്തം നിവർത്തിക്കുന്ന സമയമായി. ഓ, നീ കഴിഞ്ഞത് നടന്നതും കണ്ടു. നീ അകത്ത് വരുമ്പോൾ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്ന സമയമായി. സമയമായി, സമയമായി. നിന്റെ അനുഗ്രഹത്തിന്റെ കാര്യങ്ങൾ എത്തിക്കുവാൻ സമയമായി. നിന്റെ കാലവഴി കാണുവാൻ സമയമായി. നീ ഇന്നലെ വിശ്വാസങ്ങളാൽ കണ്ട് അത് പ്രഖ്യാപിക്കുന്നത് കാണാതായി എടുത്ത ഓ, നിന്റെ കണ്ണുകളിൽ നന്മകൾ വെളിപ്പെടാൻ സമയമായി. ഹല്ലേലൂയ. എന്റെ അമ്മയുടെ കാര്യങ്ങൾ വെളിപ്പെടുകയാണ്. നീ എവിടെ യാക്കോബേ എന്താണ് ഫലം? യാക്കോബ് സ്വർഗ്ഗം പറഞ്ഞു, ആളുകൾ വെള്ളം കുടിപ്പാൻ വരുന്നുണ്ട്. നീ ആ മിച്ചത്തിന്റെ ചില്ലെടുത്ത് എടുക്കുക, അതിന്റെ തോലിരിച്ചു കൊടുക്കുക. നിനക്ക് വേണ്ടതുള്ളത് നീ കാണാൻ പോവാം. അങ്ങനെ ബൈബിൾ ചരിത്രത്തിൽ ഒന്നാമത്തെ ശാസ്ത്രജ്ഞനായി യാക്കോബ് മാറാൻ തുടങ്ങി. അവന്റെ സമ്പത്തിന് മാറ്റം വരാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോ അവന്റെ അമ്മായിയപ്പനോട് ഹാലലിയ സ്വന്തം ഒരു വാക്ക്, ഇപ്പോ നിനക്കൊന്നുമില്ലാതെ ഇപ്പോ എന്നെക്കാൾ നിനക്ക് സമ്പത്ത് നിനക്കാം. ഞാൻ വന്ന് യാക്കോബ് വന്ന് സമ്പത്തുണ്ടാക്കി തന്റെ അമ്മായിയപ്പന് കൊടുത്തപ്പോ വെളിക്കാരൻ കൊള്ളാം. യാക്കോബിന്റെ അവകാശം 10 പ്രാവശ്യം മാറ്റി. ഇങ്ങനെ അവകാശവും അനുഗ്രഹവും 10 അല്ല, അതുകൂടെ അധികം മാറിപ്പോയി സാറേ എന്ന് ബോധ്യം ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവായിരിക്കാം. ദൈവം അറിയാം, ചിലത് തിരിച്ചു പിടിക്കാൻ സമയമായിരുന്നു. മനസ്സിലായോ? അങ്ങനെ അത്യങ്ങളെ കൂമ്പാരം പറയുന്നവരുടെ ജീവിതത്തിൽ തിരിച്ചു പിടിക്കാൻ സമയമായി. തിരിച്ചു വരാൻ സമയമായെന്ന്. ഓ, അത് തിരിച്ചു പിടിക്കാൻ സമയമായെന്ന്. എനിക്ക് വേണ്ടി എന്റെ അപ്പൻ വാസ്തവത്തിൽ യാക്കോബ് വെച്ചതുപോലെ നിന്റെ കൈകളിൽ വന്നു കയറും. അനതും മാനവും പുരാതന സമ്പത്തും അത് നിന്റെ കൈകളിൽ എന്താ സമയമായെന്ന്. എന്റെ ജീവിതത്തിൽ എന്നാ എന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഇതെല്ലാം ജനിച്ചുണ്ടാകും. നീതിമാൻ പലപോലെ ചിലപ്പോൾ ചില നീതിമാന്മാർ ഈ മുളക്കൂട്ടിനകത്ത് പണവാരി പോലെ ഭൗതികപ്പോ പറയുന്നേ. മുളക്കൂട്ടിനകത്ത് പനിയായി പോയാ ഇതിന്റെ ഓലകളെല്ലാം വലിച്ചു കീറിക്കളയും ഈ മുള്ളുകൾ. ഇതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് നീ മുമ്പോട്ട് വയ്ക്കുമ്പോ ലോകത്തിലെ ഓലകളെന്ന ശ്രദ്ധ മുള്ളുകളുണ്ടല്ലോ. നിന്റെ ഓല, നിന്റെ പച്ചയെ, നിന്റെ പുഷ്ടിയെ തകർക്കുവാൻ പലതും ചേരുക. എനിക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വളരുവാൻ വേണ്ട ഫലമായിരിക്കുക. പിന്നെ നീതിമാനാകുന്ന പന ആ മുള്ളിനകത്ത് എത്രയൊക്കെ ഉണ്ടെങ്കിലും, എത്ര പാടുകളുണ്ടെങ്കിലും, എത്ര മുറിവുണ്ടെങ്കിലും ആ പന പുറത്തു വന്നതുപോലെ കൊമ്പുകളെ പുറപ്പെടുവിച്ച് നല്ല മുന്തിരിവള്ളിയായി തീരുവാനും തക്കവണ്ണം അതിനെ വളരെ വെള്ളത്തിനരികെ നല്ല നിലത്ത് നട്ടിരിക്കുന്നു. എവിടെയെങ്കിലും നട്ടിരിക്കുന്നേ? പിന്നെ മൊത്തത്തിന്റെ നേരല്ല, നല്ല നിലത്ത് നട്ടിരിക്കുക. വളരെ വെള്ളത്തിനരികെ. ഇതിനാണ് സംഗീതം ആശ്ചര്യം നട്ടിരിക്കുന്നതും അകകാലത്ത് ഫലം കായ്ക്കുന്നതും നിലമാറാത്തതുമായ വൃക്ഷം. ഇവിടെ യഹസ്കേൽ പറയാണ് വളരെ
വളരെ നല്ല നിലത്ത് വളരെ വെള്ളത്തേറിയ നദിയും. അടുത്ത വാക്യം. ഇത് സാധിക്കുമോ? അത് വാടിപ്പോകത്തക്കവണ്ണം തളിർത്ത ഇലകളൊക്കെയും വാടിപ്പോകത്തക്കവണ്ണം തന്നെ അവൻ അതിന്റെ വേരുകളെ മാന്തുകയും കായ് പറിച്ചു കളയുകയും ചെയ്യുകയില്ലയോ? അതിന്റെ വേരോടെ പിഴുതു കളയേണ്ടതിന് വലിയ ബലമോ വളരെ ജലമോ ആവശ്യമില്ല. അത് നട്ടിരിക്കുന്ന സത്യം അത് തഴയ്ക്കുമോ? കിഴക്കൻ കാറ്റ് സത്യം തഴയ്ക്കുമോ? കാണാൻ നോക്ക്. കാണാൻ നോക്ക്. എവിടെ നട്ടിരിക്കുന്നേ? നല്ലതല്ല. എവിടെ നട്ടിരിക്കുന്നേ? വെള്ളത്തിരിക്കുക അല്ലേ? വളരെ വെള്ളമുള്ള. പക്ഷെ എന്താ പറയുന്നേ? മാന്തി നോക്കി, പച്ചയില നടന്നു നോക്കി, അതിനർത്ഥം അതിന് വളർച്ച വെളിക്കുമോ? എന്തൊക്കെ നിന്നെ പറഞ്ഞ് പ്രശ്നം കേൾക്കാമോ എല്ലാം കേട്ടു. ഞായറാഴ്ചത് നീ പ്രാർത്ഥിച്ചത് അടിപൊളി കേട്ടപ്പോ ഞങ്ങളെ ചെന്നോ സംഭവിച്ചത്. ചീത്ത വിളിച്ച ഒരു കുഴപ്പമില്ല. അടിപൊളിയും വഴക്കുണ്ടാക്കിയ ആരും വരുന്നില്ല. അവർ വന്ന് നോക്കിയാൽ കാണാൻ നല്ല രസമല്ലേ, കേൾക്കാൻ നല്ല രസമല്ലേ. അന്യഭാഷയിൽ പ്രാർത്ഥനയും ആരാധനയും കേട്ടാലോ എന്തോ സംഭവിച്ചത് അല്ലേ? ഇത് കേൾക്കുമ്പോൾ അതോടൊപ്പം നിന്റെ പച്ചയിൽ നടക്കുന്ന പരിപാടിയാണ്. മാത് ഞാൻ പറഞ്ഞു കണ്ടോ? എന്റെ മൂട്ടിൽ വാങ്ങിയാണ് വലിച്ചു മൂട്ടിടാൻ വേണ്ടി, അതെടുക്കാൻ വേണ്ടി, പിള്ളറിയാൻ വേണ്ടി അങ്ങനെ പറയുന്നേ. എന്താ പിള്ളറിയ? നിന്നെ ദേശം ഓട്ടിക്കില്ലേ? അതായത് പിള്ളറിയെന്ന് പറഞ്ഞാൽ ദേശം ഓട്ടിക്കുക. നീ വേണ്ട എല്ലാം ഉപയോഗിച്ചെടുത്തു. അപ്പൊ നിങ്ങൾ ദൈവമേ നമ്മളുടെ എന്തിനാ പറഞ്ഞു? ഇത് നമ്മളെ നമ്മുടെ വശം വരെ നോക്കിയിരുന്നതില്ല. കണ്ടില്ലേ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ എണ്ണം പോയി എങ്കിലും ചോദിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മുടെ പ്രാർത്ഥിക്കുന്നത്? ഇത് വിഷത്തെ പിഴുതുന്ന പരിപാടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ദേശത്ത് വഴിക്കാവുന്ന പരിപാടിയാണ്. നടക്കത്തില്ല, നടക്കത്തില്ല. നിന്റെ ദേശത്ത് ഓർപ്പിക്കാൻ പോവാ, നിന്നെ ഓർപ്പിക്കാൻ പോവാ, നിന്നെ ഓർപ്പിക്കാൻ പോവാ. നീ ഓർപ്പില്ല, നീതിമാനെ നിന്റെ വേരളത്തില്ല. അത് തീർന്നില്ല. അത് നട്ടിരിക്കുന്നു സത്യം തഴയ്ക്കുമോ? കിഴക്കൻ കാറ്റ് തട്ടുമ്പോൾ അത് തീരെ വാടിപ്പോകയില്ലയോ? കിഴക്കൻ കാറ്റടിക്കുന്ന സമയം വാടിപ്പോകയില്ലല്ലോ. വളർന്ന തലത്തിൽ തന്നെ അത് ഉണങ്ങിപ്പോകും എന്ന്. വളർന്നു അതൊക്കെ ശരിയാ, ഭയങ്കര കൊഴുത്തു വളർന്നതാ. ഇപ്പൊ അങ്ങനെയുണ്ട്. നല്ല മനസ്സായോ? ഞാൻ ഒരു വിരലിറക്കിയാ മതി എല്ലാം തീവ്രത പറഞ്ഞല്ലേ? അടാ മണ്ണെ കേട് വന്ന് ചിലപ്പോൾ മടങ്ങി വരാൻ സമയമാണ്. മനസ്സിലായോ? നിന്റെ പരാജയത്തിന് കാരണമായിരുന്നു അവർ അനുഗ്രഹിക്കപ്പെടാം. നീ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അന്ന് നീ അവരെ ചേർത്തയക്കുവാൻ ഉൾക്കൊള്ളുവാൻ പിന്നാ കൊടുക്കാൻ വസ്ത്രം കൊടുക്കാൻ ഒരുങ്ങിക്കോ. നിങ്ങൾക്ക് മനസ്സിലായി പറയാം. 3-4 മക്കളുള്ളത് ഏതെങ്കിലും ഒരു മക്കളെ അപ്പനും അമ്മയും ചേർക്കാൻ പറ്റില്ല. വായിച്ചു പഠിക്കാനൊക്കെ നോക്കും, ഒരു സ്നേഹം കൊടുക്കുന്നില്ല. അവസാനം വെള്ളം കൊടുക്കണം. ഈ പിള്ളേരെ കാണാം. ഇതുപോലെ വരാൻ പോകുമെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായ ഒരു സ്വാർത്ഥം ആത്മീയമായി തകർത്താൽ നോക്കിയ മേഖലയിലുണ്ടല്ലോ. ഈ ചിലരൊക്കെ കൽപ്പിക്കുവാൻ നിന്റെ അടുത്ത് വരേണ്ടി വരും. ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഒരു മാറ്റം ഉണ്ടാകത്തില്ല. മാറില്ല. നിന്നെ ഓർക്കുക. നിന്റെ കണ്ണുനീര് കാണാതെ പോകത്തില്ല. നിന്റെ നിലവിളി കാണാതെ പോകത്തില്ല. നിന്റെ കണ്ണീർ താഴെ ഭയങ്കരത്തിലോ മഴ പെയ്യുന്നത് പറയുക. 84 തന്നെ പറയുന്നു. കണ്ണീർ താഴെടുക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാണത്. നിനക്ക് വേണ്ടി മുൻമഴ പെയ്യുന്നവരോട് കർത്താവ് പറയുക. നിനക്ക് വേണ്ടി അനുഗ്രഹത്തിലോ മഴ ഇറങ്ങും. അവർ പരാജയങ്ങൾ നോക്കുമ്പോൾ കിഴക്കൻ കാറ്റിന്റെ സമയമായിരിക്കും. കാലഗതികളും ശാസ്ത്രവും നോക്കുന്നവർ പറയും ഇത് നല്ല വേനലിന്റെ സമയമാണ്. പക്ഷെ അവർ പറയും വേനലിന്റെ സമയമെന്ന്. നല്ല വെയിലിന്റെ സമയമാണ്. നോക്കി നിനക്ക് ചെയ്യാമെന്ന്. പക്ഷെ അപ്പോഴ പെരുമഴ വരാൻ പോകുന്നേ. മനസ്സിലായോ? ഇതുപോലെ ദൈവം നിനക്ക് വേണ്ടി
പോകത്തില്ല. നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിർവീര്യമാക്കുവാൻ നോക്കിയവർ ഹല്ലേലൂയ ക്ഷയിച്ചു പോകുന്നല്ലാതെ നീ ക്ഷയിക്കത്തില്ല. എന്നോട് സ്വർഗ്ഗത്തോട് പറയാ, സോദോം ഗൊമോറയ്ക്ക് എന്താ ഭവിച്ചത്? നോക്കിയപ്പോ പച്ചയുണ്ടായിരുന്നു, പുഷ്ടിയുണ്ടായിരുന്നു. ഒരു ദിവസം തീയും കെട്ടതും അണഞ്ഞതുപോലെ ഇത് അതിനുള്ളതാ, ഓണത്തിനുള്ളതാ. നീ ഭയപ്പെടരുത്. Praise the Lord. Praise the Lord. Hallelujah. എഗസ്കേൽ 19:10 നോക്കാം. എഗസ്കേൽ പ്രവാചകൻ 19-ാം അധ്യായം അതിലെ 10-ാം വാക്യം. നിന്റെ അമ്മ മുന്തിരിത്തോട്ടത്തിൽ വെള്ളത്തിന്റെ അരികെ നട്ടിരിക്കുന്ന മുന്തിരിവള്ളി പോലെയാകുന്നു. വളരെ വെള്ളമുള്ളത് കൊണ്ട് അത് ഫലപ്രദവും തഴച്ചതുമായിരുന്നു. അതിൽ അധിപതികളുടെ ചെങ്കോലുകൾക്കായി ബലമുള്ള കൊമ്പുകൾ ഉണ്ടായിരുന്നു. അധിപതികളുടെ ചെങ്കോൽ എന്ന് പറഞ്ഞാൽ അധിപതികളുടെ സ്ഥാനത്ത് രാജകൊട്ടാരത്തിൽ കയറി ചെന്ന് ദൂത് പറയുന്ന ചില കൊമ്പുകളുണ്ടല്ലോ. നിന്റെ അമ്മ കണ്ണീരോടെ നല്ലതല്ലേ? നിന്റെ അമ്മയെ ദൈവം എനിക്ക് സമർപ്പിച്ചതല്ലേ? അമ്മയുടെ കണ്ണീര് വിലയുണ്ട് കേട്ടോ. ഹലോ, ദൈവമക്കളെ സമർപ്പിക്കുന്ന ദൈവം വേണ്ടി ആ പ്രവാചകൻ കണ്ണിൽ എത്തിക്കണേ. ഓ, നിങ്ങൾക്ക് നിങ്ങളെ മറ്റേ വിത്ത് വിളയുന്നുണ്ടായിരിക്കും. നല്ല പിന്നെയല്ല. അമ്പുരാന്റെ കയ്യിൽ അവന്റെ മുന്തിരിത്തോട്ടത്തിൽ കൊടുത്തതായി വ്യക്തിയെ അത് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പന്മാരെ, നിങ്ങളുടെ കണ്ണീരും നടക്കത്തില്ല. കൂടുതൽ കാര്യം അമ്മയാ. അമ്മ പറയും, ഞാൻ മുമ്പ് വെച്ചതാ. അയ്യോ ദൈവമേ, എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നിനക്കത് അമ്മയ്ക്ക നിന്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി. മനസ്സിലായോ നിങ്ങൾക്ക്? ആ വായിക്കോ, വായിച്ചോ. നിന്റെ അമ്മ മുന്തിരിത്തോട്ടത്തിന്റെ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന മുന്തിരിവള്ളി പോലെയാകുന്നു. വളരെ വെള്ളമുള്ളത് കൊണ്ട് ഫലപ്രദവും തഴച്ചതുമായിരുന്നു. അതിൽ അധിപതികളുടെ ചെങ്കോലുകൾക്കായി ബലമുള്ള കൊമ്പുകൾ ഉണ്ടായിരുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ചുമ്മാ അല്ല കരഞ്ഞതമ്മ. ചില അമ്മമാർ ഇന്നും കരയുക, കർത്താവേ എന്റെ കൊച്ചുമക്കളും മക്കളും എല്ലാം യഹോവയാൽ ഉപദേശിക്കപ്പെടും, സമാധാനം വലിയതാകണമെന്ന്. ഇതൊന്നും പാഴാകത്തില്ല കേട്ടോ. കരയുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, കണ്ണീരൊഴുക്കുന്ന അമ്മയപ്പന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതൊന്നും പാഴാകത്തില്ല. ചെങ്കോൽ പിടിക്കുന്ന ചില തലമുറ, ചില കൊമ്പുകൾ എണീച്ചു വരും, എണീച്ചു വരും, എണീച്ചു വരും. കുശവന്റെ കയ്യിലെ പാത്രം ഉടലുപോലെ ഉടയ്ക്കാനും തലക്കാനും കിഴക്കൻ കാറ്റ് വരുമ്പോ, ഓ തളരാത്ത ഉടയാത്ത ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ദൈവമല്ലേ, എന്റെ ദൈവത്തിന് കഴിയുന്നത്, എന്റെ ദൈവത്തിന് കഴിയുന്നത്, എന്റെ ദൈവത്തിന് കഴിയുന്നത്. Hallelujah. 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 എഗസ്കേൽ 47 പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നോക്കണം, നമുക്ക് ഇതെല്ലാം ദർശനമാണ് കേട്ടോ. ഇതെല്ലാം എന്നെയും നിങ്ങളെയും കുറിച്ച്, നമ്മുടെ ഗ്രാഹകന്മാരെ കുറിച്ച് ദർശിച്ച ദർശനങ്ങൾ, നിങ്ങളിൽ പാടുന്ന പ്രവണതകളൊക്കെയാണ്. ഞാനെങ്കിലും ഞാൻ പറയും. എഗസ്കേൽ 47 നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല. പ്രത്യേകത മനസ്സിലായോ? ദേശത്തേക്ക് ഇടിവിക്കുന്ന പ്രത്യേകത മനസ്സിലായോ? വളരും കേട്ടോ. ഇപ്പൊ ഒന്നും കണ്ടില്ലെങ്കിൽ പേടിക്കണ്ട. വളരും. നിന്റെ തലമുറ തളർത്തില്ല, നിന്റെ ദേശം നശിക്കത്തില്ല. നീ ചിലത് കാണാൻ സമയമായിരുന്ന അതിനെ ഞാൻ വചനമെടുത്ത വെളിപ്പാടിനെ കൈമാറുന്നത്. വിശ്വാസം
പണിയും അവരുടെ ഇല വാഴുകയില്ല, ഫലമില്ലാതെ പോകയില്ല. അതിലെ വെള്ളം അയ്യോ നേരത്തെ വളരെ വെള്ളത്തിലേക്ക് നട്ടതാണ് അല്ലേ, ഇപ്പൊ ആ വെള്ളത്തിന്റെ വരവുണ്ടെന്ന് പറയുക. ഈ വെള്ളം എവിടെ നിന്നാണ് ജീവിതത്തിൽ വന്നതെന്ന് പറയുക. വായിച്ചോ. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഹലോ, അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകുന്നതുകൊണ്ട് കാട് കൊലമരത്തിൽ ഒഴുകിയ വിശുദ്ധ ജ്വാലയാകിയാൽ മാസം തോറും പുതിയ ഫലം കായ്ക്കും. രക്തത്തിൽ വരയ്ക്ക് വാങ്ങിയതാ, നീ പുതിയ ഫലം കായ്ച്ചോണ്ടിരിക്കും. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ ഒഴുകിയാൽ വായിക്കും. മാസം തോറും പുതിയ ഫലം കായ്ക്കും. മാസം തോറും പുതിയ ഫലം കായ്ക്കും. നീ മുരടിയത് കേട്ടോ, കിഴക്ക് കാറ്റിന്റെ കൊമ്പിലെ വാർത്ത കേട്ടോ, നിന്റെ കുടുംബത്തിൽ തലമുറയെ ഒതുക്കാൻ പറ്റത്തില്ല കേട്ടോ, നിന്റെ ജീവിതത്തെ വേട്ടയാടാൻ പറ്റത്തില്ല കേട്ടോ. ആരോ പറയുന്നത് ശാപിച്ചതാ, ആരോ പറയുന്നത് ശപിച്ചോ എന്നെ ഒതുക്കിയതാ. എന്റെ ദൈവം പറയുന്നത് മക്കളെ കാരണമില്ലാതെ ശാപം അല്ലെന്ന് വിളിച്ചു പറയണം. അതുകൊണ്ട് ആവർത്തിയ കാരണമില്ലാതെ സഹോദരനെ സഹോദരിയെ മാതാവെ പിതാവെ നിന്റെ തലമുറയിൽ ശാപം വരത്തില്ല. നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, നിന്റെ എന്തിനാണ് കാരണമില്ലാതെ ശാപം വരുന്നത്? ഹലോ, ഇതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ ഒഴുകി വരികയാണ്. മാസം തോറും പുതിയ ഫലം കായ്ക്കും. മാസം തോറും പുതിയ ഫലം കായ്ക്കും. മാസം തോറും പുതിയ ഫലം കായ്ക്കും. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ നീ അന്യഭാഷ പറയല്ല, നീ അന്യഭാഷ പറയുകയും ചെയ്യും, വ്യാഖ്യാനിക്കുകയും ചെയ്യും. നീ അന്യഭാഷ പറയുക മാത്രമല്ല, നീ പ്രവചിക്കും. നീ പ്രവചിക്കുക മാത്രമല്ല, നീ അന്യഭാഷയിൽ പാടും. പാടുക മാത്രമല്ല, അല്ലെങ്കിൽ അന്യഭാഷ എന്തൊക്കെയോ പറഞ്ഞു പോകുമ്പോ എന്താണെന്ന് വിവേചന വളർത്താൻ മനസ്സിലാക്കുവാൻ നിന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കും. ഒരു വ്യക്തി നിന്റെ മുമ്പിൽ വരുമ്പോ എന്ത് ഉദ്ദേശത്തോടെ വന്നെന്ന് കാണുവാൻ നിന്റെ അകത്ത് ആത്മാവിൽ അന്തരാത്മാവിൽ ഇരുന്ന് കാര്യം പറഞ്ഞു തരും. കാരണം നിന്നിൽ വന്ന വെള്ളമുണ്ടല്ലോ, അത് വിശുദ്ധ മന്ദിരത്തിൽ വന്നതാ. അത് ആലോചനയും ബലത്തിന്റെയും ആത്മാവാ, അത് ശക്തിയുടെയും കൃപയുടെയും ആത്മാവാ. വീട്ടിന്റെ സാമ്രാജ്യങ്ങൾക്ക് അടിയറ വെച്ച് നാളുകൾ കഴിഞ്ഞ് മനോവിഷമോടെ ആ പണത്തിന്റെ കൈ തീരുന്നു. അന്ന് മുതൽ കുടുംബത്തിൽ നഷ്ടവും കഷ്ടവും മാത്രമല്ല, രോഗം കൂടി പിടിവെട്ടും. അങ്ങനെ ആരെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ആ പ്രതിബന്ധം ഇന്ന് പകൽ മനുഷ്യനായ പൊട്ടി മാറുന്നതാണ്. കവളിപ്പിച്ചതാ, നിന്നെ തകർത്തതാ. അവന്റെ കയ്യിൽ പണമില്ലാതിരുന്നതാ വാങ്ങിച്ചത്, നിന്നെ ഒതുക്കാൻ വേണ്ടിയോ, പണം വെച്ച് ഒതുക്കാൻ വേണ്ടിയോ. മനസ്സിലായോ? ഇങ്ങനെയുള്ള ഒതുക്കിയ മേഖലകളുടെ മുഖങ്ങളുണ്ടല്ലോ, അത് ഉടഞ്ഞു മാറിയ ആ പണം വന്നപ്പോൾ സുഗന്ധം സാധനങ്ങൾ വേണ്ടത് കാണും. ആ പണം അടിച്ചപ്പോൾ കാക്കവും ചുറ്റുമൊന്നുണ്ടായിരുന്നു. അത് വല്ലാത്ത പണം ചെയ്യും. ഇനി നിന്റെ ബിസിനസ് സ്ഥാപനത്തിലൊക്കെ വന്ന് ചെയ്യാൻ നോക്കും. പണം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചോ, കുഴി കുടിച്ചവർ കുഴി വീഴും, നിനക്കാകത്തില്ല, നീ താഴത്തുമില്ല. ഇതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ ഒഴുകുന്നതാകുകയാണ്. അവയെ കഴിച്ചതിൽ ആത്മനിയോ അഭിഷേകമാക്കി നിന്നോട് പറയും, ചിലരെ കാണാൻ പോകുന്നില്ല, നീ പ്രാണിയെ നോക്കി ചെയ്യും ദൈവമേ.
വഴി എങ്ങനെയാ പറയുന്നത്? വിശുദ്ധ മന്ദിരത്തിൽ ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവിടെ ഇല ചികിത്സയ്ക്കും ഉള്ളത്. കർത്താവ് ഒരിക്കലും വേണ്ടോ മനുഷ്യൻ ജീവിക്കുന്ന അപ്പം കൊണ്ട് മാത്രമല്ല, ഈ വചനത്തിന്റെ അകത്ത് ഘോഷിച്ചിടുമ്പോ നിന്റെ കയ്യിലെ ഇലയുണ്ടല്ലോ, ഇത് നിന്റെ 10 വിരല കൈതതി, ഇത് ജാതികളുടെ രോഗശാന്തിക്ക് നിന്റെ കരം പതിയും രോഗി സൗഖ്യമാകും. ഒരു മരത്തിൽ ശുശ്രൂഷയുണ്ട്, കേൾക്കുകയാണ്, കാണണമെന്ന് ആഗ്രഹിച്ചതാണ്. നിന്റെ നിഴൽ വീണാൽ കൈവയ്ക്കണമെന്നില്ല, നിഴൽ വീണാൽ ചിലർക്ക് വലിയ കാലം തരുന്നുണ്ട്. ഒതുക്കാൻ നോക്കുന്ന സ്ഥലത്ത് ഒതുങ്ങുന്നതല്ല സുവിശേഷം. നിന്നെ ഒതുക്കാനല്ല വിളിച്ചത്, ഒതുങ്ങിയ ചിലരെ പുറത്തെടുക്കാം, അകന്നു വെച്ചത് രക്ഷിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ അത് രക്ഷിക്കാൻ കഴിയാതെ വണ്ണം എന്റെ കൈ കുറുകിയിട്ടില്ല, കേൾക്കാൻ കഴിയാതെ വണ്ണം ആര് കഴിയുമോ, ആര് തിരക്കിക്കുമോ, ആര് പ്രാർത്ഥിക്കുമോ, ആര് യാചിക്കുമോ, ആര് ഇരിക്കുകയും കൊണ്ട് ചെയ്യുമോ അപ്പൻ അത് കാണാൻ പോകത്തില്ല, അപ്പൻ അത് കാണാൻ പോകത്തില്ല, അപ്പൻ അത് കണ്ടിട്ട് വിടാതെ പോകത്തില്ല, അപ്പൻ അത് കണ്ടിട്ട് വിടാതെ പോകത്തില്ല. നിനക്ക് വേണ്ടി ചെയ്തിട്ടേ അവൻ പോകത്തുള്ളൂ. ആ നിന്നെ അവൻ ഓർത്തിൽ നിന്റെ സഹോദരങ്ങൾ ഓർത്ത് കാണത്തില്ല. യോസേഫേ, നിന്റെ സഹോദരന്മാർ എല്ലാവരും കൈവിടപ്പെട്ടു, പക്ഷേ യോസേഫിനെ ഓർക്കുവാൻ ഒരു സ്വർഗ്ഗവാതി വന്നു. ദാവീദിനെ ഓർക്കുവാൻ സ്വന്തം സഹോദരന്മാരെ 7 പേർ ഓർത്തില്ല. നീ പോരാ ചെറുക്ക, നീ കൈ കാണാനായിട്ട് വന്നത് ഓടിക്കാൻ നോക്കി, പക്ഷേ അവന്റെ അകത്ത് കയറി ആത്മീയ ആയുധം അവർക്കറിയത്തില്ല. അവനെ നോക്കിയിട്ട് ആട്ടിലെന്നാണ് വിളിച്ചത്. അവന്മാർ 7 പേരും യുദ്ധക്കളത്തിലുണ്ട്, ശൗലിന്റെ യുദ്ധക്കളത്തിൽ യുദ്ധം അഭ്യസിപ്പാനുണ്ട്. അവരെ നോക്കിയിട്ട് നിങ്ങളാ എല്ലാ യുദ്ധാഭ്യാസം നടത്തിയവർ രാജാവിനോട് നീക്കാൻ പ്രായത്തിൽ നിങ്ങൾക്കുണ്ട്, നല്ല തടിയുണ്ട് അല്ലെ, കാണാൻ നല്ല കുഴപ്പമൊന്നുമില്ല, തീരെ തരക്കേടില്ല, തരക്കേടില്ല, കൊള്ളാം. നീ നോക്കി നീതാ തമ്പരാകത്ത് വല്ലതും ഉണ്ടോ? എന്റെ നീമ അത് നല്ല അകത്ത് കയറി നോക്കുന്നേ. അവർ അകത്തത് കയറിക്കൊള്ളു ഇപ്പോഴാ എടുക്കടാ, അവന് കല്ലെടുക്കും. ആ കല്ല് തമ്പുരാനെ പ്രവർത്തിക്കും. ഒരൊറ്റ ഏത് യഹോവയ്ക്ക് വിരോധമായി പോകുന്നതൊക്കെ തകർത്തുക. മനസ്സിലാവോ? പ്രാർത്ഥനയുടെ കല്ല് നിന്റെ വീട്ടിൽ നിൽക്കുമ്പോ വിശ്വാസത്തിന്റെ വരത്തിൽ ഓപ്പണാകും. നീ കൽപ്പിക്കും, ചില കോട്ടകൾ പൊളിയാൻ പോവാ. അത് കണ്ടിട്ട് എഴുതുന്നു പോകാവും, അത് പ്രാർത്ഥിക്കാൻ പോകാവും. ചുമ്മാ പ്രശ്നം പിടിക്കാൻ ആഗ്രഹമില്ല. എന്റെ ഒറ്റ ആഗ്രഹം നല്ലത് തമ്മിലാ പോയി തന്ന അത് ജനത്തിന്റെ മേൽ ഇറങ്ങി പണിയുന്നത് കാണണം. ഒരിക്കൽ പണിയില്ലേ അങ്കോസിന് ആഗ്രഹമുണ്ട്, 120 ഇതുപോലൊരു ആഗ്രഹമുണ്ട്. അത് വല്ലതും പ്രാപിച്ചു പോകണം, പുറത്തു പോയി ചെന്ന് ചെയ്ത് ഒരു കൂട്ടം പേരെ എഴുന്നേൽപ്പിക്കണം. അതാണ് എന്റെ ആഗ്രഹം. എന്റെ അമ്മന്റെ ആഗ്രഹം അതല്ലേ. നല്ലത് കണ്ട് വീണത് 100 പേര് ഫലം കൊടുക്കുന്ന 60 100 പേര് കാച്ചുന്ന അല്ലേ, 30 60 100 കാച്ചുന്ന കഴിക്കില്ലേ. കഴിച്ച മറുപടികൾ പറയാൻ ലജ്ജയുണ്ടെങ്കിൽ പറയാണ്, നട്ടപ്പോഴും ഒരു കൂട്ടാം, പറിച്ചപ്പോഴും ഒരു കൂട്ടാം. നമ്മൾ പിടിച്ചിട്ട് നോക്കുക, നല്ല കിഴങ്ങുണ്ടാകും, ഫലമെല്ലാം ഉണ്ടാകും. 4 പേര് നാല് സമയം ധ്യാനിക്കുമ്പോൾ ഒരു സമയത്ത് ഒരു പേര് മുടങ്ങിന്റെ പ്രാർത്ഥന നടക്കും, ബാക്കി 3 പേരും പോകും. അങ്ങനെ നേരം ഇപ്പോൾ നേരായി പോയി ഫലമില്ല, കിഴങ്ങില്ല, ഫലം നേരം വിശ്വാസമായിട്ട് മനസ്സിലായ ആർത്തിയുള്ളവന് ബാക്കി അല്പം ചിന്തിച്ചുണ്ടാകുന്ന പറയുന്നില്ല.
ഹല്ലേലൂയ. അയ്യോ, ഇതൊന്നും പടകല്ലേ? ഞാൻ ഒത്താശ വെച്ചേരാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 4-ാം വാക്യം നോക്കാം. മത്തായി 13:4. സൂര്യൻ ഉദിച്ചാലേ ചൂട് തട്ടി വേരില്ലായ്മയാൽ അത് ഉണങ്ങിപ്പോയി. അതോ അപ്പോൾ എങ്ങനെ നട്ടത്? എവിടെ നട്ടത്? നല്ലത് വെള്ളത്തിലല്ലേ? ശരിയല്ലേ? യാതൊരു ചൂട് തട്ടിയാലും പാടാത്തല്ലേ? ഇവിടെ പറയുക സൂര്യൻ ഉദിച്ചാലേ ചൂട് തട്ടി വേരില്ലായ്മയാൽ അത് ഉണങ്ങിപ്പോയി. എന്തായില്ലേ? ക്രിസ്തുവേ ഉലകലായില്ലേ? ആയിക്കാണ് പറയാം. നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരെ പറഞ്ഞിരിക്കുന്നു. കന്നഡ പറയുന്ന ക്രിസ്തുവാണ്. അപ്പോൾ മൂലക്കല്ല ക്രിസ്തുവുണ്ട്. വിശ്വാസത്തിലെ ക്രിസ്തുവിലാണെങ്കിൽ കാറ്റടിക്കുകയാവില്ല. നല്ല വല്ല നിൽക്കുന്നെങ്കിൽ അറിയത്തില്ല. മനസ്സിലായോ? ഇവിടെ പറയുന്നത് വേണ്ടാകിയ ഞാൻ പറയത്തില്ല. അടുത്ത് മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളു മുളച്ചു വളർന്നു അതിനെ ഞെരുക്കി കളഞ്ഞു. എന്താ ഈ മുള്ള്? നിന്നെ കണ്ടാ 4 പറഞ്ഞിട്ടേ പോകുന്നത്. നീ ഒന്നും ഒരു തെറ്റും ചെയ്യണ്ട. നിന്നെ കണ്ടാ കണ്ടാ മതി 4 പറഞ്ഞു. മുള്ള് ദൈവമേ ഹോട്ടലിൽ പോയാൽ മതി. അതൊരു മുള്ളാണ്. അടുത്ത് മറ്റു ചിലത് നല്ല നിലത്ത് വീണു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. 100, 60, 30 മേനിയായി വിളഞ്ഞു. സാധാരണ കീഴിൽ മുകളിലോട്ട് പോകുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മുകളിൽ നാട്ടില്ല. ആദ്യം 100 കഴിക്കും. പിന്നെ ഞങ്ങൾ കുറെ പ്രാർത്ഥിച്ചതാണ്. പിന്നെ 60 എത്തും. ഞങ്ങൾ കുറെ ഓടിയതാ. പിന്നെ ഇപ്പൊ ഇങ്ങനെ കാര്യമായി 30 ആവും. എന്നോട് തോന്നിക്കല്ലേ? നിങ്ങൾ നോക്കിയോ? 100, 60, 30 മേനിയായി വിളഞ്ഞു. ഇറങ്ങിയപ്പോ ഭയങ്കര വിശ്വാസം. ഭയങ്കര Hallelujah. വായിച്ചു. വഴിയിലെ ഒരു അത്തിവൃക്ഷമുണ്ട്. കണ്ടു അടുക്കെ ചെന്നു അതിൽ ഇലയല്ലാതെ ഒന്നും കാണുകയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി പറഞ്ഞു. അതിന്റെ പേര് അത്തിയാണ്. വഴിയിൽ നിൽക്കുന്ന യഹൂദനെ കുറിക്കുന്നതാണ് അത്തി. പഴയ മതത്തിൽ അതിനർത്ഥം പുതിയ മതത്തിലെ അത്തി ഞാൻ നിങ്ങളുവാ രാജ്യ പുരോഹിത വർഗമാണ്. പക്ഷെ ഇലയേ ഉള്ളൂ. എന്തില്ല? നമ്മുടെ കാര്യമല്ല. യേശുവിന്റെ കാലത്ത് യേശു നോക്കിയാലോ പറഞ്ഞേ, ഞാൻ ആരെ അത്തിയെ നോക്കാൻ പോയില്ല. ഞാൻ കാര്യം നിങ്ങളെ പറഞ്ഞല്ല. ഇവിടെ പറയാൻ നോക്കുമ്പോ ഇലയുണ്ട്. എവിടെ പോന്നേ? നിങ്ങൾ കൂട്ടാമല്ലോ പോന്നേ. ജീവിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? പ്രതിഫലം വരുമ്പോ ആയിരിക്കും. Hallelujah. 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 ഈ പരദേ
പരദേശി മോശയാത്ര മനുഷ്യനെ കണ്ടുപോകുന്ന കാലമൊക്കെയാണ് കണ്ടിട്ടില്ലല്ലേ? ഞാൻ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പരദേശി മോശത്തെ കാണാറുള്ളൂ. പ്രാർത്ഥിക്കുമ്പോഴാണ് എന്നോട് ചോദിക്കും, നീ കണ്ടോ? കണ്ടു. അവൻ പിന്നെ പതിയിരിക്കുന്നു, തീരുമ്പോൾ അവർ കാണുന്നില്ല, പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടു. അവനെ ചഞ്ചല ഹൃദയമുള്ളവനാക്കി മാറ്റുക എന്ന് പറയാത്തൊരു ശബ്ദമുണ്ട്. എടോ പലരെയും കാണിച്ചു ആ സമയം. അതുവഴി ആടിന്റെ വേലിയും ചാർന്ന മതിലും പോലെയാണ്. ഞാൻ പറഞ്ഞു, അപ്പാ നിർത്തിക്കൊള്ളേ എന്ന് പറഞ്ഞ് കരുത് എഴുതുന്ന കാപ്പർ അറിയാൻ വായിച്ചു. മനസ്സിലാകുന്ന സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വായിച്ചോ. വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്കെ ചെന്നു അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ നോക്കിയത് ഇലയല്ലാതെ ഫലമൊന്നുമില്ല. അടുത്തത്, ഇനി നിന്ന് ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. തീർത്ത് വളരട്ടെ, പൂത്ത് കായ്ക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനല്ലേ? നിന്നിൽ നിന്ന് ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് വളർച്ചയ്ക്ക് നട്ട കൃഷിക്കാരന് അതിന് വളരാനും അതിന് ടൈം കൊടുക്കും. അതിന് വെള്ളം ഒരു കുറയാതെ, ദൈവവചനവും പരിശുദ്ധാത്മാ സാന്നിധ്യം കുറയാതെ ദൈവങ്ങളുടെ തോട്ടത്തിൽ നേത്രകണ്ണിലെ ഒന്നിലൊരു തോട്ടം, ആ തോട്ടത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എനിക്ക് നിങ്ങൾക്കും ഒന്നിലും കുറവ് കൂടാതെ എല്ലാം തന്നുകൊണ്ടേയിരിക്കും. എന്തിനറിയാമോ? ഫലക്കായ്ക്കാരൻ. അവൻ ഫലം നോക്കി വരും. പലപ്പോഴും അത് നോക്കി ഇലയല്ലാതെ എന്തില്ല, ഫലമില്ല. ഒരു നാൾ പറയുകയാണ്, എന്ത് വേണം? ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. അപ്പൊ നമ്മൾ പല കുറിച്ചുണ്ടോ? ഇതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളെ കൃഷി ചെയ്തിരിക്കുകയാണ്. ഒരു സമയം ദൈവം നമ്മളെ കൃഷി ചെയ്തിരിക്കുകയാണ് എന്നാണ് ഇരിക്കുന്നത്. ആ കൃഷി ഞാൻ നിങ്ങളെല്ലാം ഉൾപ്പെടും. ഹല്ലേലൂയ. അവൻ ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാ യേശു പറഞ്ഞത്, പോയി ഫലം കായ്പാൻ, നിങ്ങളുടെ ഫലം നിലനിർത്തുവാനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. യേശു അങ്ങനെയാ യോഹന്നാൻ 17 പറയുന്നത്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. കണ്ടോ? ഫലം പ്രതീക്ഷിച്ച് അത്തിയാൽ നമ്മുടെ അടുക്കൽ വരും. വിളിച്ചോ വളരെ, പിന്നെ എന്നെ വിളിച്ചതറിയോ? അങ്ങനെ ചെയ്യുന്നതാ വളരെ. പിന്നെ ഞാൻ വളരുന്നുണ്ട് വളരെ. എനിക്കിപ്പോ രാവിലെ കഴിക്കാൻ പറ്റത്തില്ല, ഒരു 10 മണി കഴിക്കാൻ പറ്റത്തുള്ളൂ. ഔട്ട് സമയം കിട്ടുന്നു, ആഗ്രഹമുണ്ട് ഇനിയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം. പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. നേരത്തെ അങ്ങനെയല്ല, ഉറക്കം മാറ്റി വെച്ച് പ്രാർത്ഥിക്കായിരുന്നു, ഉറക്കം പ്രാർത്ഥിക്കായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അവന് നൽകിയ പ്രാർത്ഥിക്കുള്ളൂ. ഉറക്കം പ്രാർത്ഥിച്ചത് വളരെ പലതൊക്കെ കേൾക്കേണ്ടി വന്നേ. നമ്മുടെ മാറ്റം ഒതുങ്ങി കഴിഞ്ഞല്ലേ നല്ലത്. ആ ഒരു ഭാരമാവുന്നത. അങ്ങനെ ഇപ്പൊ ഭാരമാക്കാതെ വലിയ നീളത്തിലുള്ള ഒരു വലിയ എന്തിനു വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്? ഇതിന്റെ പുറകെ പോകാനല്ലേ നമ്മൾ വിളിച്ചത്. അത് അവന്റെ തന്ത്രമാണ്. അതിനെന്താ പറയുന്നത്? 100, 60, 30. അങ്ങനെയാണ് 30, 60, 100. തുടക്കം 30 ആണെങ്കിലും മധ്യഭാഗം 60 ആണെങ്കിലും ഫൈനൽ 100. അതിനാണ് വാക്യത്തിൽ കേട്ടില്ല? 122 സംഗീതം 2ാം വാക്യം വായിച്ചേ. 122 സംഗീതം 2ാം വാക്യം വായിച്ചു. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒരു തൈ പോലെ ഇരിക്കും.
ആണല്ലോ. ഇതിലും യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിൽ നന്മ കാണും. ഈ ഉറവ അവിടെ നിന്ന് വരിക, വിശുദ്ധ മന്ദിരത്തിൽ വരികയാ, ഒന്നിനും കുറവുണ്ടാകത്തില്ലെന്ന്. അങ്ങനെ ഒരു കുടുംബമാണ് കണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിനകത്ത് തീരുകയാണ്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴി നടക്കുന്ന ഭാഗ്യവാ. നിന്റെ കൈകളുടെ അധ്വാനഫലം ഇത് നമ്മളെ അധ്വാനിക്കും, വേറെ ആൾക്കും ആരുന്നത്. ഞാൻ പറയുന്നില്ല, അധ്വാനം തിന്നും. അടുത്തത് നീ ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ ദേശിക്കും ഓരോ കൈ പോലെയും ഇരിക്കും. അടുത്തതാകെ യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പണം കിട്ടുന്നതാണ് അനുഗ്രഹം. ഇതാണ് അനുഗ്രഹം. ഇതിവിടെ അനുഗ്രഹം, അവിടെ അനുഗ്രഹം. പണം ഇവിടെ കൊണ്ടാണ് തീരും. ഇത് കൈസർ പണം, കൈസറുടെ ലോകം തീരും. മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സമ്പത്ത് അതുകൊണ്ട് കത്തോളം സമ്പത്ത് വന്നില്ല. മക്കളുടെ മനസ്സ് വെച്ചറിയരുത്. ആ മനസ്സിനെ കൊടുക്കരുത്. നല്ല തലവേദന കഴിയത്തില്ല. കഴിഞ്ഞ വിശ്വാസം കാഴ്ച കണ്ടു. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥന വിഷയിച്ചു. ആ കുഞ്ഞിനെ സ്തോത്രം ഹല്ലേലൂയ ലക്ഷങ്ങളല്ല കോടികൾ നമ്മൾ ചികിത്സിക്കാൻ വേണ്ടി 2-3 വയസ്സേ ആയിട്ടുള്ളൂ ജനിച്ചു വീണത്. ഞാൻ ചോദിക്കട്ടെ, അപ്പനും അമ്മയെ എന്ത് ചെയ്യും കുഞ്ഞിന് വേണ്ടി? ഇതാണ് ഈ ലോകത്തിന്റെ പ്രത്യേകത. അസുഖങ്ങൾ ചികിത്സിക്കുന്നതാണ്, കൃത്യമായും ചികിത്സിക്കണം. വളരെ നീർക്കാക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യരെ കൊണ്ട് ആവശ്യമില്ല. കൃത്യമായി രോഗം ഞാൻ ചികിത്സിക്കണം. പ്രകൃതി മാറി വരികയാണ്. എന്റെ കുഞ്ഞുകാലത്തൊക്കെ നല്ല ഓക്സിജൻ ശ്വസിക്കാൻ കിട്ടും. ഇപ്പൊ അത് കിട്ടുന്നില്ല. കണ്ണിവിഷം ലഭിച്ചു, ഓക്സിജൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കണം. കൂടുതൽ പറയുന്നു. ബൈബിൾ പറയുന്നു, സ്ഥിരമായ യഹോവയിൽ പൂർണ്ണാശ്രയം വയ്ക്കുകയാൽ സമാധാനം കാക്കും. അതിനാ ഞാൻ പറഞ്ഞു പോയത്, നമ്മുടെ പ്രാർത്ഥന ഇച്ചിയൊന്ന് മനസ്സിലാകുന്ന സാധനം എല്ലാവർക്കും മനസ്സിലാകത്തില്ല. മനസ്സിലാക്കിയാൽ ചിലത് അകത്ത് പ്രാപിച്ചിരിക്കുന്ന ബോധത്തുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത. അവർ നിങ്ങൾ ചോദിക്കുക എന്താണെന്ന്. ഞാൻ ഇത് വാക്യം പറഞ്ഞ് പ്രാർത്ഥന പറയാം. യൂദയുടെ ലേഖനം ഒറ്റ അധ്യായമുണ്ട്, 12-ാം വാക്യം. യൂദയുടെ ലേഖനം 12-ാം വാക്യം വായിച്ചോ. ഇവർ നിങ്ങളുടെ സ്നേഹസത്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. അയ്യോ, അടിസ്ഥാന വേണ്ടിയായിരിക്കും. ഇവർ നിങ്ങളുടെ സ്നേഹസത്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞോ? ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീക്കുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും. ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും. എന്താണ് എന്താ ചത്തു? എന്താ ഞാൻ പറഞ്ഞപ്പ യേശുവിന്റെ സ്വന്തം സഹോദരനായ യൂദ സ്വന്തം സഹോദരനോട് പറഞ്ഞു, നീ അവിടെയൊക്കെ ചെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ ഇവിടെ ചെയ്ത് കാണിക്കും. അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടം. പക്ഷേ യേശുവിന്റെ ക്രൂശ് മരണത്തോട് അടുത്ത് വന്നു. കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. പരിശുദ്ധിയിൽ അപ്രത്യക്ഷം അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങി. പിറകെ പിൻപറ്റപ്പോൾ യേശുവിന്റെ സിനിമ ഒരിക്കൽ തള്ളിക്കളഞ്ഞവർ, വാക്കുകൾ കേൾക്കാത്തവർ പതിയെ ചേർന്ന് വരാൻ തുടങ്ങി. യേശുവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങി. അതിശയ വീര്യപ്രവൃത്തി വെളിപ്പെട്ട് കാണാൻ തുടങ്ങി. ഇവർ പതുക്കെ അകലം വിട്ടിരുന്ന പത്രോസിനെ പോലെ പതിയെ ചേർന്ന് വരാൻ തുടങ്ങി. ഒരു കാര്യം മനസ്സിലായി, എന്റെ സഹോദരന്റെ മൂത്ത ജ്യേഷ്ഠൻ തന്നെയാണ് യേശു. പക്ഷേ ഇവർ പറയും ഉപദേശം എന്തോ വ്യത്യാസമുണ്ട്. അതേ ചില ശുശ്രൂഷയ്ക്ക് വ്യത്യാസമുണ്ട്, ചില വിശ്വാസ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെ പതിയെ ചേർന്ന്
യേശുവിന്റെ സഹോദരൻ മനസ്സിലായി. എന്റെ സഹോദരൻ പറഞ്ഞത് അവൻ ഇവിടെ ജഡത്തിൽ എടുത്തപ്പോ എന്റെ സഹോദരൻ വേഷമെടുത്തു. പക്ഷേ അവൻ മരിച്ചവൻ ആദ്യജാതനായിരുന്നു. യേശു മനുഷ്യരെ കേട്ടു. ആ 10 ദിവസം നമ്മെ വിട്ട് കൂട്ടം വിട്ടു പോയവനെ ഒരു സംഖ്യയിൽ കുറവുണ്ട്. അങ്ങനെ 2 പേരെ കൊണ്ടുവന്നു. മത്യാസിനെ ഈയൊരാളെ 2 കൊണ്ട് ചീട്ടിട്ടില്ലേ? ചീട്ട് ആർക്ക് എഴുതും? മത്യാസ്. അപ്പൊ മത്യാസ് ആരുടെ സഹോദരനാണ്? യേശുവിന്റെ സഹോദരനായ മത്യാസ്. ആ മത്യാസിന്റെ പേര് അന്ന് മുതൽ എന്ന് വിളിച്ചു. ഇപ്പൊ മനസ്സിലായ? ആ പുള്ളിക്കാരൻ എഴുതിയതാ. വായിച്ചോ, മനസ്സിലായില്ലേ? ഇവർ നിങ്ങളുടെ സ്നേഹസത്യങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന പാതകൾ നിങ്ങളോടുകൂടി വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നു. ഭയം കൂടാതെ നിങ്ങളോട് കഴിക്കുമ്പോ പറയും കൊള്ളാതെ മാറി പറയും. മാത്രമേ ഉള്ളൂ. നിങ്ങളോട് തിന്നുപിടിക്കുകയും ചെയ്യും. സ്നേഹസത്യങ്ങളിൽ മാറുന്ന മാറണം. അതിനകത്ത് നിങ്ങളെ എങ്ങനെയും ഒതുക്കാൻ പോകുന്നത് ഈ ചിന്തയുമായി. അതോ പിന്നെ ഉണ്ടാവണം വലത് പുറത്തോടുന്ന ഞാൻ ഒന്ന് പറയുന്നില്ല. സ്നേഹസത്യങ്ങൾ മാറുന്ന പാറകൾ നിങ്ങളെ തീറ്റുന്നവർ അടുത്ത് കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. ഇത് ദൈവാത്മാവ് പറഞ്ഞിട്ടല്ല. ദൈവാത്മാവ് പറഞ്ഞാ പറയുന്നത്. പക്ഷേ കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ ഇല ഒഴിഞ്ഞ ഫലമില്ലാതെയും രണ്ടിന് ചത്തും. ഇല ഒഴിഞ്ഞും എന്താ പറയാ? ഇപ്പൊ ഒന്നും നടക്കുന്നില്ല. ഒരു പ്രാർത്ഥന കഴിയുമ്പോണ്ട്. പക്ഷെ ആരും അടുത്ത് 2 ചത്തു. എന്താ 2 ചത്തത്? ദർശനവും പോയി. ആദ്യങ്ങളുടെ കാഴ്ചപ്പാട് വെളിപ്പാട് പോയി. 2 ചത്തു. ദർശനം പോയി. 2 ചത്തു. അടുത്ത് ഇതില്ല. പോയ വൃക്ഷങ്ങൾ അടുത്ത് പറഞ്ഞ നേരിട്ട് പോയ അടിസ്ഥാനം മറന്നുപോയ നീതിമാനത്തെയും ഇതാണ് പറയുന്നത്. 100, 60, 30 തെളിയിക്കാൻ തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ. അപ്പോഴാ കുറ്റം പറച്ചിലും പരിപാടികൾ പോകാറുണ്ട്. ഇത് കേട്ട് പോകേണ്ട ജീവിതമല്ല. പിന്നെ അവയെല്ലാം ക്യാൻസൽ ചെയ്തത് പറയണം. അപ്പൊ വിശ്വാസമായ പൂർത്തിയൊക്കെ ഞാൻ അങ്ങനെ ആരാധന പറയുന്നത് എനിക്ക് ഉണ്ടാവണം. കൂടെ വരണം. ഇതിനാണ് മോശം. നിന്റെ സാന്നിധ്യം എന്നോട് പോരുന്നില്ലെങ്കിൽ അയക്കരുത്. ഇത് കണ്ടു കേട്ട് കൂടെ മോശം പറഞ്ഞ സൂര്യ നിൽക്കവിടെ, ചന്ദ്രൻ നിൽക്കവിടെ. ഞാൻ പറഞ്ഞിട്ട് ധരിച്ചാൽ മതി. പുള്ളിക്കാരൻ പറഞ്ഞൊരു പദമുണ്ട്. ഞാനും കൂടെ പറഞ്ഞൊരു പദമുണ്ട്. എനിക്ക് വേണ്ടിയല്ല അപ്പ, ഈ ജനത്തിന്റെ വിടുതലിന് വേണ്ടിയാ. അങ്ങനെ സംഭവിക്കട്ടെ. അത് മനസ്സിലായത് നിനക്ക്? ഇത് പറയാൻ കഴിയുന്ന ഒരു ജനറേഷനായി എഴുന്നേറ്റ് വരേണ്ട കാലം ഈ കാലം നാളെ അല്ല, ഇന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് അല്പസമയം അപ്പുറം ആരാധിക്കാനായിട്ട് ആരംഭിക്കാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അപ്പന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാം. ഈ അപ്പനോട് പറയാം, അപ്പാ ഞാൻ വരികയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തോട്ടത്തിൽ വരുന്ന വെള്ളം എവിടെ നിന്ന് വരിക? വിശുദ്ധ മന്ദിരത്തിൽ വരികയാ. അവിടെ എന്തുണ്ടാകും? ഈ നദി ചെന്ന് ചേർന്ന് വലിയ മത്സ്യം ഉണ്ടാകും. എന്തുണ്ടാകും? എവിടെ നടക്കുന്നേ? ജീവവൃക്ഷങ്ങൾ. ചില ജീവവൃക്ഷങ്ങൾ മാറാൻ പോവുക, ഫലമുള്ളത് മാറാൻ പോവുക. ചില അവരെ കാണാത്തത് കാണാൻ തുടങ്ങി. നദിക്ക് അക്കരെ ഇക്കരെ ഇപ്പൊ ജീവവൃക്ഷം കണ്ടു. ഈ വെള്ളം അവിടെ ചെല്ലുന്നതുകൊണ്ട് മഹാ മത്സ്യമുണ്ടാകും, പത്യമായി മാറും.
എന്നെല്ലാം എഴുതി വെച്ചില്ല യഹസ്കേൽ. പക്ഷെ ഞാൻ പറയും, ഇതവിടെ വന്നതുകൊണ്ട് ഹല്ലേലൂയ, ഒരു ഉണർവ് ഇതിനെ കൊണ്ടുവരും, ഒരു എഴുന്നേൽപ്പ് കൊണ്ടുവരും, ഒരു ജയം കൊണ്ടുവരും. ചിലരെ തകർത്തെറിയുവാൻ ദൈവം കൃപ നൽകും. കണ്ണുകളെ അടച്ചോ, അപ്പന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക, അപ്പ ഞാൻ വരികയാണ്. നിങ്ങൾക്ക് അതോ മാത്രം ശാന്തമായ ചില നിമിഷങ്ങൾ നിങ്ങൾ കഥാവ് മാത്രം. ഓക്കെ, നിങ്ങൾ കഥാവ് മാത്രം. 30, 60, 100 100, 60, 30 നിങ്ങൾ അവരെ മാത്രം നന്നേ ഓടിയിരുന്നു, നന്നേ ചെയ്തിരുന്നു. ചിലരെല്ലാം തീപിടിക്കും നിനക്ക് വേണ്ടി. നിന്റെ ഇല ഒഴിച്ച നിന്റെ വിശ്വാസം നടത്തുവാൻ നിനക്കെതിരെ അപവാദങ്ങൾ കേട്ടപ്പോ, നിനക്കെതിരെ ചില പ്രശ്നങ്ങൾ പൊങ്ങിയപ്പോ കൊണ്ടുവന്നപ്പോ നീ ഭയന്നു പോയി. ഞാൻ എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ എന്താ? ചില കണ്ണീരുകൾ ദാവീദിനെ പോലെ കണ്ണീരുകൊണ്ട് കട്ട് നനയ്ക്കുന്നത്. എന്റെ അപ്പച്ചനെ ചെയ്യുകയായി പറയും. ദാവീദിനെ പോലെ കണ്ണീരുകൊണ്ട് കട്ട് നനയ്ക്കുന്നത്. എന്നോട് പറയുന്നത് തലയിൽ എണ്ണ കൊണ്ട് അവൻ അഭിഷേകം ചെയ്യാൻ പോവാ. നിന്റെ പാനപാത്രം നിറഞ്ഞൊഴിയാൻ സമയമായി എന്ന് പറയുക. നിന്റെ പാനപാത്രം നിറഞ്ഞൊഴിയാൻ സമയമായി. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നിന്റെ പിന്തുടരുന്ന സമയമായി. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നിന്റെ പിന്തുടരുന്ന സമയമായി. ഓ ഹല്ലേലൂയ. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരുവാൻ സമയമായി. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരാൻ സമയമായി. ഓ ഹല്ലേലൂയ. ഇത് ചെറിയ കഥയല്ല കുഞ്ഞേ, ഇത്